ഇപ്പോൾ സമയം 11:30. നാളെയാണ് ജനം വാക്ക്. കഴിഞ്ഞ നൂറ്റാണ്ടിലെ കോഴിക്കോടിലെ മുസ്ലിം ചരിത്രം തേടി തെൻവീർ കയോടത്താണ് നടത്തം. നാളെ സുബൈക്ക് ഖലീഫ പള്ളിയിൽ നിന്ന് തുടങ്ങും ഇൻഷാ അല്ലാ. നമ്മൾ കോഴിക്കോട്ടെ മുസ്ലിം ചരിത്രം അത് പതിഞ്ഞു കിടക്കുന്ന വഴികളിലൂടെയും തെരുവുകളിലൂടെയൊക്കെ ഉള്ളൊരു നടത്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമ്മൾ അറബിക്കടലിൻ്റെ തീരത്താണുള്ളത്. ഇവിടെ ഇസ്ലാമിക പ്രബോധനത്തിൻ്റെ, മുസ്ലിം സാമൂഹ്യ പരിഷ്കരണത്തിൻ്റെ, കേരളത്തിലെ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ഒക്കെ വളരെ പ്രധാനപ്പെട്ടൊരു സ്ഥിരാകേന്ദ്രമായി കോഴിക്കോട് കടപ്പുറത്ത് നിൽക്കുന്ന ഖലീഫ പള്ളിയുടെ മുമ്പിലാണ് നമ്മളുള്ളത്. അപ്പോൾ കഴിഞ്ഞ കുറേ പതിറ്റാണ്ടുകളായിട്ട് മതപരമായ സംസ്കരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നൊരു പള്ളിയാണ്. ആ പള്ളി വലിയങ്ങാടിയോട് മുഖാമുഖമായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. ആ കോഴിക്കോട് വലിയങ്ങാടി എന്ന് പറഞ്ഞാൽ ഒരുപാട് വിശദീകരണങ്ങളൊന്നും ആവശ്യമില്ല, എല്ലാവർക്കും സുപരിചിതമായിരിക്കും. ഇത് ഇപ്പോൾ മാത്രമല്ല, ബ്രിട്ടീഷ് കാലഘട്ടത്തിലടക്കം നമ്മൾ ബ്രിട്ടീഷ് മലബാറിൻ്റെ ഒരു ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ കോഴിക്കോട്ടെ മുസ്ലിങ്ങളുടെ വളരെ പ്രധാനപ്പെട്ടൊരു വ്യാവഹാരിക കേന്ദ്രമാണിത്. കാരണം ഈ ബിസിനസ്, കച്ചവടം, നമ്മൾ അരി, പലചരക്കുകൾ എന്നൊക്കെ പറയുന്ന സാധനം അന്ന് തന്നെ വളരെ നന്നായി വ്യാപാരം നടക്കുന്ന, വിനിമയം നടക്കുന്ന ഒരു തെരുവാണ്. ഇവിടുത്തെ കച്ചവടക്കാർ പ്രധാനമായും അന്ന് മുതൽ തന്നെ കോഴിക്കോട്ടെ മുസ്ലിങ്ങളാണ്. കോഴിക്കോട്ടെ ഒരുപാട് സാമൂഹ്യ പരിഷ്കരണങ്ങളെയൊക്കെ സ്പോൺസർ ചെയ്തിരുന്ന ബിസിനസ്സുകാരൊക്കെ ഇവിടെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ പിൽക്കാലത്ത് മുസ്ലിം ലീഗിൻ്റെ ഒക്കെ നേതൃത്വത്തിലേക്ക് വന്ന സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളടക്കം വലിയങ്ങാടിയിലെ അരിക്കച്ചവടക്കാരനായിരുന്നു നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ആ വലിയങ്ങാടിയിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ കടൽ, ഖലീഫ പള്ളി, വലിയങ്ങാടി എന്ന് പറയുന്നത് ചരിത്രത്തിൻ്റെ ഒരു പരിച്ഛേദത്തിലാണ് നമ്മൾ വന്ന് നിൽക്കുന്നതെന്ന് ശരിക്കും പറയാം. നമ്മൾ ഈ കോഴിക്കോട്ടെ മുസ്ലിങ്ങളുടെ ചരിത്രം പറയുമ്പോൾ അതിൽ ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു സൈറ്റാണ് ഈ കുറ്റിച്ചിറ എന്ന് പറയുന്നത്. കോഴിക്കോട്ടെ ഇസ്ലാമിക ചരിത്രത്തിന് കുറേ പഴക്കമുണ്ട്. കോഴിക്കോട് നഗരത്തിന് മുമ്പ് തന്നെ ഒരുപക്ഷെ മുസ്ലിങ്ങളെ കേന്ദ്രമായി മാറിയ സ്ഥലങ്ങളുണ്ടെന്ന് പറയാം. ഒരു ഉദാഹരണം പറഞ്ഞാൽ ചാലിയത്തിനെ പറ്റി പൊതുവിൽ ചരിത്രകാരന്മാർ പറയുന്നതാണ്. അതേപോലെ ഇപ്പോൾ പന്തലായനി, കൊല്ലം, നമ്മളെ കൊയിലാണ്ടി അടുത്തുള്ള സ്ഥലം, അവിടെ വളരെ നേരത്തെ തന്നെ ഇപ്പോൾ ഈ മാലിക് ഇബ്നു ദീനാറിൻ്റെ സംഘത്തിൽപ്പെട്ടവർ വന്ന് സ്ഥാപിച്ച പള്ളി എന്നൊക്കെ അഭിപ്രായപ്പെടുന്ന പള്ളികളൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ അതുണ്ടെങ്കിൽ പോലും കോഴിക്കോട് നഗരത്തിൽ മുസ്ലിങ്ങളുടെ ഒരു അധിവാസം നമ്മൾ പരിശോധിക്കുമ്പോൾ വളരെ നേരത്തെ തന്നെ ഒരു മുസ്ലിം കേന്ദ്രമായി മാറിയ സ്ഥലമാണ് ശരിക്കും കുറ്റിച്ചിറ എന്ന് പറയുന്നത്. കുറ്റിച്ചിറ കോഴിക്കോട്ടെ മുസ്ലിങ്ങളെ ഇപ്പോൾ നമ്മൾ തീരദേശം നോക്കുകയാണെങ്കിൽ ഇത് കടലിൻ്റെ വളരെ അടുത്താണ്. ഒന്നുകൂടി കടലിനോട് ചേർന്ന് ശരിക്കും മുക്കുവന്മാരായ മുസ്ലിങ്ങളുണ്ട്. അത് അവർ മീൻപിടുത്തം, മത്സ്യബന്ധനം തൊഴിലാക്കി അവരുടെ ചരിത്രം ഇനിയും കുറേയധികം ഗവേഷണം ചെയ്യപ്പെടേണ്ടതും എഴുതപ്പെടേണ്ടതുമാണ്. അത് അധികം രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത്. അതേസമയം കുറ്റിച്ചിറത്തെ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് പഠിക്കപ്പെട്ടൊരു സമൂഹമാണ്. അവർക്കൊരു വേറിട്ടൊരു ചരിത്രമുണ്ട്, വേറിട്ടൊരു സംസ്കാരമുണ്ട്, വേറിട്ടൊരു ഐഡൻറ്റിറ്റി തന്നെ ഉണ്ട്. നമ്മൾ കുറ്റിച്ചിറ എന്ന് പറയുമ്പോൾ ഈ കുളത്തിനെ ചുറ്റിപ്പറ്റി വളരെ ഇമ്മീഡിയറ്റ് ആയ സ്ഥലങ്ങൾ എന്നുള്ള നിലക്ക് മാത്രമല്ല, നമ്മളൊരു വിശാല തെക്കേപ്പുറം എന്ന് പറയാം. നമ്മൾ ഈ കല്ലായി മുതൽ ഇങ്ങോട്ട് ഉള്ള കുറേ സ്ഥലങ്ങളുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഈ ഡിയങ്ങര എന്ന് പറയുന്നത്, മുക്കതാറ് എന്ന് പറയുന്നത്, ഇതേപോലെയുള്ള കുറേ ഇങ്ങനെ കടലിൻ്റെ ഓരം ചേർന്ന് തന്നെ കിടക്കുന്ന ഈ പ്രദേശങ്ങളിലെ മുസ്ലിങ്ങൾ, അവരുടെ കുടുംബ സംവിധാനം, അവരുടെ ഒരു ഫാമിലി സിസ്റ്റം, തറവാട് സിസ്റ്റം, ഇതിനെപ്പറ്റിയൊക്കെ കുറേ പഠനങ്ങളുണ്ട്. അപ്പോൾ കുറ്റിച്ചിറ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇവിടുത്തെ ഒരു ഹിസ്റ്റോറിക്കൽ ലാൻഡ്മാർക്സ് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ആദ്യകാലത്ത് സ്ഥാപിക്കപ്പെട്ട പള്ളികൾ, 3 പള്ളികൾ, ഇപ്പോൾ മിഷ്കാൽ പള്ളി, മുച്ചുന്തി പള്ളി, കുറ്റിച്ചിറ ജുമുഅത്ത് പള്ളി, ഇതൊക്കെ ഓരോ പള്ളിയും ഏത് വർഷമാണ് അല്ലെങ്കിൽ ഏത് പതിറ്റാണ്ടിലാണ് സ്ഥാപിക്കപ്പെട്ടതെന്ന് വളരെ കൃത്യമായി നമുക്ക് പറയാൻ കഴിയൂല. നമ്മൾക്ക് ഏകദേശ ധാരണകൾ മാത്രമേ നമ്മളെ കയ്യിലുള്ളൂ. അതേസമയം ആ പള്ളിക്കുള്ളിൽ നടന്ന ചില പുനർനിർമ്മാണങ്ങളെ പറ്റിയൊക്കെ ചില സൂചനകൾ രേഖകളിൽ ഉണ്ട് താനും. എന്തുതന്നെയാണെങ്കിലും ഇപ്പോൾ നമ്മൾ പൊന്നാനിയിലെ വലിയ പള്ളി, ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂമിൻ്റെ മതവൈജ്ഞാനിക പ്രവർത്തനങ്ങൾ, ഇതൊക്കെ കേരളത്തിലെ മലബാറിലെ മുസ്ലിങ്ങളുടെ ചരിത്രത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ് നമ്മൾ പറയാറുണ്ട്. അതിനെ പ്രീഡേറ്റ് ചെയ്യുന്നതാണ് കുറ്റിച്ചിറയിലെ സംസ്കാരവും കുറ്റിച്ചിറയിലെ പള്ളികളും. അതായത് അതിനു മുമ്പ് തന്നെ ഈ പള്ളികൾ നിലവിൽ വന്നിട്ടുണ്ടെന്നാണ് മനസ്സിലാവുന്നത്. അപ്പോൾ ഒരു പക്ഷേ ഒരു 600-700 കൊല്ലമൊക്കെ പഴക്കം കണക്കാക്കാവുന്ന, അത്രയെങ്കിലും പഴക്കം കണക്കാക്കാവുന്ന പള്ളികളാണ്
അപ്പോൾ നമ്മൾ ഈ പറയുന്ന കുറ്റിച്ചിറ ജുമുഅത്ത് പള്ളി, മുച്ചുന്തി പള്ളി, മിഷ്കാൽ പള്ളി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മിഷ്കാൽ പള്ളീൻ്റെ മുമ്പിലാണ് നമ്മളുള്ളത്. ഇവിടെ കോഴിക്കോടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും അറബ് കച്ചവടക്കാർ ഒരുപാട് വന്നിരുന്നൊരു സ്ഥലമാണ്. ഒരു പോർച്ചുഗീസ് അധിനിവേശത്തിന് മുമ്പ് പ്രത്യേകിച്ചും വളരെ സ്വതന്ത്രമായി അറബ് കച്ചവടക്കാർ വരികയും കോഴിക്കോടിൻ്റെ വളർച്ചയ്ക്ക് സംഭാവനകൾ അർപ്പിക്കുകയും ഇവിടുന്ന് കല്യാണങ്ങൾ കഴിക്കുകയും ഇവിടെ താമസമാക്കുകയും ഒക്കെ അതിൻ്റെ ഒരു ബാക്കി പത്രമാണ് ശരിക്കും നമ്മൾ ഈ കുറ്റിച്ചിറയിൽ കാണുന്ന ഈ ഒരു മുസ്ലിം സംസ്കൃതി എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിൽ അറബ് കച്ചവടക്കാർ വന്നിട്ട് പിന്നെ അവരിൽ ചിലരായിരിക്കണം ഈ പള്ളികൾക്കൊക്കെ തുടക്കം കുറിച്ചത് അല്ലെങ്കിൽ സ്ഥാപിച്ചത് എന്നാണ് മനസ്സിലാവുന്നത്. കച്ചവടക്കാർ മാത്രമല്ല, പൊതുവെ മതപണ്ഡിതന്മാരോ മതപ്രബോധകരോ ഒക്കെ ആയ ആൾക്കാർ വന്നിരുന്നു. സയ്യിദ് കുടുംബങ്ങളിൽപ്പെട്ട ആൾക്കാർ വന്നിരുന്നു. ഇപ്പോൾ ഇവിടെ തന്നെ ജിഫ്രി ഹൗസ് ഒക്കെ ഉണ്ട്. ഈ ജിഫ്രി കുടുംബം വളരെ നേരത്തെ എത്തുന്നുണ്ട്. നമ്മൾ പിന്നെ മമ്പുറം തങ്ങന്മാരെ കുടുംബക്കാരാണ് അവർ. അതല്ലാതെ ബറാമി കുടുംബം, അതേപോലുള്ള അറബ് കച്ചവട കുടുംബങ്ങളോടെ വന്ന് സെറ്റിൽ ചെയ്യുന്നുണ്ട്. ഇതിന് പുറമെ അറബികൾ ലോക്കൽസുമായിട്ടുള്ള പിന്നെ മാരേജ് റിലേഷൻസ് ഉണ്ടായി, അതിൽ നിന്ന് പുതിയ കുടുംബ ബന്ധങ്ങൾ ഉണ്ടായി, ഇവിടെ മക്കളുണ്ടായി. നമ്മൾ കോയമാർ എന്ന് പറയുമല്ലോ, ഈ കോയമാർ എന്ന് പറയുന്നത് കോഴിക്കോട്ടെ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ഈ പിന്നെ തെക്കേപ്പുറത്തെ കോയമാരാണ്. അപ്പോൾ ഈ കോയ കുടുംബങ്ങൾ എന്ന് പറഞ്ഞാൽ അവർ കച്ചവടക്കാരും കച്ചവടത്തിൻ്റെ ഏജൻറ്റുമാരൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ അറബികളും സാമൂതിരിയാണ് ഇവിടുത്തെ രാജാവ്. നമ്മൾ ഈ തളി ക്ഷേത്രം അല്ലെങ്കിൽ പാളയം ആ ഒരു ഏരിയ എന്ന് പറയുന്നത് ശരിക്കും സാമൂതിരിൻ്റെ ഒരു കൊട്ടാര വളപ്പാണ്. അവിടെ അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ട ഇങ്ങനത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അവർ ഒരു ഹിന്ദു രാജ ഭരണകൂടമാണ്. പക്ഷേ ഈ അറബ് മുസ്ലിം കച്ചവടക്കാർ ധാരാളം ഉള്ളത് കൊണ്ട് തന്നെ ആ അറബ് മുസ്ലിം കച്ചവടക്കാരുമായിട്ടുള്ള ഇടപാടുകൾ കാര്യമായി നടന്നിരുന്നത് കോയമാരിലൂടെയാണ്. അപ്പോൾ ഈ കോയമാരുടെ ഒരു പ്രധാനപ്പെട്ട വരുമാന മാർഗം എന്ന് പറഞ്ഞാൽ ഈ മാരിടൈം ട്രേഡ്, ഈ കടൽ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അറബിക്കടൽ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള കച്ചവടങ്ങളായിരുന്നു. പിന്നെ നമ്മൾ നേരത്തെ വെല്യങ്ങാടിനെ പറ്റി പറഞ്ഞു. വെല്യങ്ങാടിലെ കച്ചവടം, ഇപ്പോൾ കല്ലായി ആ ഏരിയ കേന്ദ്രീകരിച്ചുകൊണ്ട് മരവ്യവസായം, അത് ഇവിടുത്തെ കോയമാരെ വളരെ പ്രധാനപ്പെട്ട ഒരു പിന്നെ ബിസിനസ്സായിരുന്നു. അപ്പോൾ അവിടുത്തെ ഫർണിച്ചറുകൾ, നമ്മൾ ചാലിയാർ കേന്ദ്രീകരിച്ചുകൊണ്ട് ചാലിയാറിൻ്റെ കൈവഴികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടെ പിന്നെ തടിയുമായി ബന്ധപ്പെട്ട കുറേ വ്യവഹാരങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതാണ് കുറ്റിച്ചിറൻ്റെ ഒരു സാമാന്യ ചിത്രം. ഈ മിഷ്കാൽ പള്ളിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പോർച്ചുഗീസുകാർ ഇവിടേക്ക് വന്ന സമയത്ത്, കോഴിക്കോടായിരുന്നല്ലോ പോർച്ചുഗീസുകാരെ ഈ ഓൺസ്ലോട്ടിന് വിധേയമായ പ്രധാനപ്പെട്ട ഒരു സ്ഥലം. അപ്പോൾ അവർ അവരുടെ ആക്രമണത്തിൻ്റെ ഭാഗമായി ഈ പള്ളിയിൽ വന്നു എന്നും ഈ പള്ളി നശിപ്പിച്ചു എന്നും പള്ളിൻ്റെ പല ഭാഗങ്ങളും തകർത്തു എന്നും പിന്നീട് സാമൂതിരി മുസ്ലിങ്ങളും ചേർന്നിട്ട് അവരെ പിന്നെ ഈ ചാലിയം കോട്ട എന്ന് പറയുന്നത് പോർച്ചുഗീസുകാർ നിർമ്മിച്ചൊരു കോട്ടയായിരുന്നു. അപ്പോൾ അവർ തിരിച്ചടിച്ചിട്ട് ഈ ചാലിയം കോട്ട തകർത്തു എന്നും അങ്ങനെ ഇവിടുത്തെ ഈ നാടിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടന്ന പോരാട്ടങ്ങളുടെ ഒരു കഥ കൂടി പറയാനുള്ളൊരു പള്ളിയാണിത്. അപ്പോൾ ആ ചാലിയം കോട്ട കീഴടക്കിയിട്ട് അവിടെ നിന്ന് കിട്ടിയ ഫർണിച്ചർ ഉണ്ടല്ലോ, ഈ അധിനിവേശകാരികളായ ആക്രമണകാരികളായ പോർച്ചുഗീസുകാർ നിർമ്മിച്ച കോട്ട തകർത്തിട്ട് ആ കോട്ടയുടെ ഭാഗങ്ങൾ പിന്നെ ഈ പള്ളി പുനർനിർമ്മിക്കാൻ വേണ്ടി സാമൂതിരി മുസ്ലിങ്ങൾക്ക് കൊടുത്തു എന്നൊക്കെ ചില ആഖ്യാനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ശരിക്കും ഈ കുറ്റിച്ചിറയിലെ മുസ്ലിം സംസ്കൃതി എന്ന് പറഞ്ഞാൽ നന്നായി പഠിക്കപ്പെട്ട ഒരു സംഭവമാണ്. ഇപ്പോൾ ഈ യൂറോപ്പിൽ നിന്ന് തന്നെ പ്രസിദ്ധീകരിക്കപ്പെട്ട, വെസ്റ്റിൽ നിന്ന് പ്രസിദ്ധീകരിക്കപ്പെട്ട ഇംഗ്ലീഷിലൊക്കെ ഉള്ള പഠനങ്ങളുണ്ട്. ഇപ്പോൾ നമ്മളെ ഈ കേരളത്തിലെ മോസ്ക് ആർക്കിടെക്ചർ എന്ന് പറയുന്ന സാധനം, പള്ളി ഈ ശില്പകല ഉണ്ടല്ലോ, അത് വളരെ തനതായതാണ്. ഇപ്പോൾ നമ്മൾ അറേബ്യയിൽ പോയാൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നാട്ടിൽ പോയാലും കാണുന്ന ഒരു പള്ളി നിർമ്മാണ രീതിയല്ല നമ്മൾ കേരളത്തിലെ പഴയ പള്ളികൾ, നമ്മളിപ്പോൾ പൊന്നാനി പോയാലും കോഴിക്കോട് പോയാലും അല്ലെങ്കിൽ മലബാറിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ പോയാലൊന്നും കാണുന്നത്. അപ്പോൾ ഒരു പ്രത്യേകമായൊരു തച്ചുശാസ്ത്രമുണ്ട്. അതുപോലത്തെ അമ്പലങ്ങളൊക്കെ നിർമ്മിച്ചിരുന്ന ആശാരിമാർ അവരുടേതായ രീതിയിൽ വികസിപ്പിച്ചു കൊണ്ടുവന്ന, ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് വേണ്ടി വികസിപ്പിച്ചു കൊണ്ടുവന്ന ഒരു രീതിയാണ്. അതിൻ്റെ സ്വാധീനങ്ങൾ മാത്രമല്ല, ഇപ്പോൾ നമ്മളൊരു ഇന്ത്യൻ ഓഷ്യൻ റീജിയൻ എന്ന് പറയില്ലേ, ഇപ്പോൾ ഇന്തോനേഷ്യ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇന്ത്യയുടെ തന്നെ കടലിനോട് ചേർന്ന് കിടക്കുന്ന വേറെ പ്രദേശങ്ങൾ, ഇപ്പോൾ മലബാറിനെ പോലെ പ്രദേശങ്ങൾ, തമിഴ്നാട്ടിലെ പ്രദേശങ്ങൾ, അവിടെയൊക്കെ ശരിക്കും ഈ മോസ്ക് ആർക്കിടെക്ചറിൻ്റെ ഇതേപോലുള്ള അംശങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ പ്രദേശങ്ങളിൽ എങ്ങനെ വളരെ സവിശേഷമായൊരു പള്ളി നിർമ്മാണ രീതി ഉണ്ടായി വന്നു എന്നുള്ളതിനെപ്പറ്റി വളരെ വിശദമായ പഠനങ്ങളുണ്ട്. അതായത് പാശ്ചാത്യ ലോകത്തു നിന്ന് അടക്കം പ്രസിദ്ധീകരിക്കപ്പെട്ട പഠനങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ക്ലാസിക് ഉദാഹരണമാണ് ശരിക്കും കുറ്റിച്ചിറ മിഷ്കാൽ പള്ളി എന്ന് പറയുന്നത്. ഇവിടുത്തെ ഒരു തനത് മുസ്ലിം പള്ളി നിർമ്മാണ വാസ്തുവിദ്യ എന്ന് പറഞ്ഞാൽ ഞാൻ പറയണത് ആ നിലക്കല്ല, അതിൻ്റെ വേറെ രീതിയിലല്ല, അതിൻ്റെ ഒരു ആർക്കിടെക്ചർ എന്നുള്ള നിലക്കാണ്. അപ്പോൾ അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണങ്ങളിലൊന്നാണ് ശരിക്കും കുറ്റിച്ചിറ പള്ളി. നമ്മൾ ഇതിൻ്റെ ഈ 3 പള്ളികളുടെയും ഉള്ളിലേക്ക് കയറി നോക്കിയാൽ, പുറത്തുനിന്ന് നോക്കിയാലും ഒക്കെ വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പല അഭിപ്രായങ്ങളും ഉണ്ട്. നമ്മൾ ഈ ഹോജ പറയുന്നുണ്ട്, അത് കോയായതാന്ന് പറയുന്നുണ്ട്, അല്ലാന്ന് പറയുന്നുണ്ട്. പൊതുവിൽ പറയപ്പെടുന്നത് എന്താ വെച്ചാൽ അറബികൾ ഇവിടെ വരുന്നു, കല്യാണം കഴിക്കുന്നു. പക്ഷെ കല്യാണം കഴിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഓരിക്കോടെ താമസിക്കാൻ കഴിയില്ല. ഒരു കച്ചവടത്തിന് വരുന്ന കുറച്ച് മാസങ്ങളെ ഇവിടെ ഉണ്ടാവുള്ളൂ, ഒരു തിരിച്ചു പോകും. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനത്തെ സിസ്റ്റം ഉണ്ടായതെന്നാണ്. അതായത് പെണ്ണിൻ്റെ വീട്ടിൽ താമസിക്കുന്ന
ഭർത്താവ് ഒരു വിരുന്നുകാരനായി മാറുന്ന ഒരു സിസ്റ്റം ഉണ്ടായത് അതുകൊണ്ടാണെന്നാണ് പൊതുവിൽ പറയപ്പെടാറുള്ളത്. അപ്പോൾ അതിൽ അവരുടെ സന്തതി പരമ്പരകളാണ് പൊതുവിൽ നമ്മൾ ഈ കോയമാരായി അറിയപ്പെടുന്നതെന്ന് പറയപ്പെടുന്നു. അതൊക്കെ ഒരു ഒറിജിൻ മിത്താണ്. എന്തെന്നാണെങ്കിലും അതിൻ്റെയൊക്കെ കുറേ അംശങ്ങൾ ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യം വളരെ ക്ലിയർ ആണ്. അത് അൺഡിനേബിൾ ആണ്. അല്ലാതെ ഓരോ ഫാമിലിൻ്റെ ട്രേസ് ചെയ്ത് എവിടെ എത്തും എന്നുള്ളത് അത് ഓരോരുത്തരും കുറേ അവരുടെ വംശാവലികൾ പറയുന്നുണ്ട്, കുറേ കുടുംബ പരമ്പരകൾ പറയുന്നുണ്ട്. കുറേ ശരിയായിരിക്കും, കുറേ ഐതിഹ്യങ്ങൾ അംശങ്ങളും ഉണ്ടാവും. ചരിത്രം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ. ഇവിടുത്തെ കാളിമാർ വളരെ കുറ്റിച്ചിറ ജുമുഅത്ത് പള്ളിയിലൊരു കാളിയും ഇവിടെ ഒരു കാളിയാണ്. നേരത്തെ ഒരു കാളി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇവിടുത്തെ മുസ്ലിങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം വന്നിട്ട് രണ്ട് പള്ളികളിലും ആ രണ്ട് കാളിമാർക്ക് ഇവിടെ ഉണ്ടായിരുന്ന ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ വളരെ ഡീപ്പാണ്. അതായത് ഒരു പവർ സെൻ്റർ ആയിരുന്നു അവർ, ഒരു അതോറിറ്റി ഉണ്ടല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ ഈ മാസം കാണുമ്പോൾ മാസപ്പിറവി ഉറപ്പിച്ചു എന്ന് പറഞ്ഞാൽ കോഴിക്കോട്ടെ കാളിൻ്റെ പ്രസ്താവന അതൊരു ഹിസ്റ്റോറിക്കൽ കണ്ടിന്യൂറ്റിയാണ്. അതായത് മാസം ഉറപ്പിക്കൽ മാത്രമല്ല, ഇപ്പോൾ ഇവിടുത്തെ വിവാഹമോചനം അതിലൊക്കെ കാളിക്കുള്ള അധികാരങ്ങൾ. കാളി എന്ന് പറയുന്ന ഒരു ഇസ്ലാമിക സങ്കല്പം ഉണ്ടല്ലോ, ഒരു മുസ്ലിങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ആൾ. അപ്പോൾ അത് ഈ പള്ളികൾ കേന്ദ്രീകരിച്ചാണ് കോഴിക്കോട്ടെ കാളി കുടുംബങ്ങളെ പറ്റിയുള്ള കുറേ പഠനങ്ങളുണ്ട്. ആ കാളി കുടുംബങ്ങൾ എന്ന് പറഞ്ഞാൽ പിന്നെ ഇവിടുത്തെ മുസ്ലിങ്ങളുടെ ചരിത്രത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അപ്പോൾ അവരുടെ ഒരു കേന്ദ്രം ഈ മിഷ്കാൽ പള്ളിയാണ്, വേറൊന്ന് കുറ്റിച്ചിറ ജുമുഅത്ത് പള്ളിയാണ്. ഇതാണ് ഈ 3 പള്ളികളിൽ ഏറ്റവും ആദ്യം നിർമ്മിക്കപ്പെട്ടതെന്ന് ചില ചരിത്രകാരന്മാർക്കൊക്കെ അഭിപ്രായമുണ്ട്. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് പിന്നെ കടൽക്കരനോട് ചേർന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ തെക്കേപ്പുറത്തിൻ്റെ ഭാഗങ്ങൾ എന്ന് പറയുന്നത് മുക്കതാറ്, നൈനാംവളപ്പ് അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഉള്ള ഒരു ഏരിയയിലാണ്. നമ്മൾ നേരെ മുന്നോക്കിയാൽ കാണുന്നത് പിന്നെ ബ്രിട്ടീഷ് മലബാറിൽ കേരളത്തിലെ മുസ്ലിങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട മക്ബറ എന്നുള്ള നിലക്ക്, ഖബർസ്ഥാൻ എന്നുള്ള നിലക്ക് വളർന്നു വന്ന കണ്ണമ്പറമ്പ് ശ്മശാനത്തിൻ്റെ പിന്നെ തൊട്ട് മുന്നിലാണ് നമ്മളുള്ളത്. കടലും കണ്ണമ്പറമ്പ് ശ്മശാനം അത്രക്കും ചേർന്നാണ് നിൽക്കുന്നത്. ശരിക്കും വളരെ വൈകാരികമായി മാത്രം നമ്മൾക്ക് നിൽക്കാൻ കഴിയുന്നൊരു സ്ഥലമാണിത്. കാരണം നമ്മൾ സാധാരണ ഒരു ഖബർസ്ഥാൻ കാണുന്ന പോലെ അല്ല, നമ്മൾ അടുത്ത സ്ഥലങ്ങളിലൊന്നും ഇല്ലാത്തത്ര വിശാലമായ, പ്രത്യേകിച്ചും എന്താ വെച്ചാൽ ഈ എർത്തിൻ്റെ സർഫസ് വളരെ അണീവൻ അല്ലാത്തതുകൊണ്ട് ഒരു നിരപ്പിൽ നമ്മൾ കാണുന്നതുകൊണ്ട് തന്നെ ശരിക്കും നമ്മളുടെ പൂർവ്വഗാമികളായി കഴിഞ്ഞുപോയ മുസ്ലിം സഹോദരങ്ങൾ ഒരുപാട് ആൾക്കാർ കബറടക്കപ്പെട്ട് കിടക്കുന്നത് ഒറ്റ ഒരു വ്യൂവിൽ നമ്മൾ കാണുകയാണ്. അപ്പോൾ അത് നമ്മളുണ്ടാക്കുന്ന ഇമോഷൻസ് ഉണ്ടല്ലോ, നമ്മൾ മരിച്ചു പോകാനുള്ളവരാണെന്നും ഇവരായിട്ട് ചേരാനുള്ളവരാണെന്നും അതിൻ്റെ അപ്പുറത്ത് അവർക്ക് പ്രാർത്ഥിക്കാനുള്ളൊരിതും. അപ്പോൾ അള്ളാൻ്റെ തൃപ്തി നേടിയെടുത്ത് ദുന്യാവിന്ന് വിട്ടുപോകണം എന്നുള്ളൊരു ചിന്ത ശരിക്കും ഉണ്ടാക്കുന്ന ഒരു സ്ഥലമാണിത്. ഇത് ശരിക്കും കടപ്പുറത്തിൻ്റെ എത്ര തൊട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നുള്ളത് പലരുടെയും ശ്രദ്ധയിൽ പലപ്പോഴും വരാറില്ല. നമ്മൾ ഈ ബീച്ച് വിസിറ്റ് ചെയ്യാൻ വരുന്ന ആൾക്കാരൊക്കെ ഇത്ര വിശാലമായൊരു ഖബർസ്ഥാൻ ഇവിടെ കിടക്കുന്നുണ്ടെന്നുള്ള കാര്യം. ഇവിടെ ശരിക്കും നമ്മൾ നേരത്തെ കുറ്റിച്ചിറൊക്കെ പറഞ്ഞപ്പോൾ അവിടുത്തെ പള്ളികളെ പറ്റിയൊക്കെ പറഞ്ഞപ്പോൾ ഇവിടുത്തെ പഴയ ഹിന്ദു നാട്ടുരാജ്യങ്ങൾക്ക് കീഴിൽ മുസ്ലിങ്ങൾ ജീവിച്ചിരുന്ന ഒരു അവസ്ഥനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. അതിന്നുള്ളൊരു ട്രാൻസിഷൻ അടയാളപ്പെടുത്തുന്ന ഒരു സൈറ്റും കൂടിയാണിത്. കാരണം ഇതൊരു ബ്രിട്ടീഷ് മലബാർ, അതായത് ബ്രിട്ടീഷുകാരുടെ കയ്യിലേക്ക് മലബാർ പോയതിന് ശേഷം ഉണ്ടായ ഒരു ഡെവലപ്മെൻറ്റാണ് ഈ കണ്ണമ്പറമ്പ് ഖബർസ്ഥാൻ എന്ന് പറയുന്നത്. അപ്പോൾ പൊതുവിൽ മനസ്സിലാക്കപ്പെടുന്നത് 19-ാം നൂറ്റാണ്ടിൻ്റെ പകുതിയിൽ ഇവിടെ കോളറ ഉണ്ടാവുകയും ഒരുപാട് മുസ്ലിങ്ങൾ ഒരുമിച്ച് മരിക്കുകയും ചെയ്ത സമയത്ത് അവരെല്ലാവരും കൂടി കബറെടുക്കാൻ വേണ്ടിയുള്ളൊരു സ്ഥലം എന്നുള്ള നിലക്കാണ് ഇങ്ങനെ കണ്ണമ്പറമ്പ് ഖബർസ്ഥാൻ എന്ന് പറയുന്നൊരു ആശയം ഉണ്ടായി വരുന്നത്. അപ്പോൾ ഈ കോളറ ഫാമിൻ എന്നൊക്കെ പറയുന്നത്, ഈ ക്ഷാമം, പകർച്ചവ്യാധികൾ എന്നൊക്കെ പറയുന്നത് ബ്രിട്ടീഷ് ഇന്ത്യയുടെ പിന്നെ വളരെ ദുഃഖകരമായൊരു ദുരനുഭവമായിരുന്നു. അത് നിരന്തരമായി ആവർത്തിച്ചുകൊണ്ടിരുന്നു. ഇപ്പോൾ നമ്മൾ 19-ാം നൂറ്റാണ്ടിൻ്റെ പകുതിയിലെ കോളറിനെ പറ്റി നമ്മൾ പറയുന്നത്, നമ്മൾ 1940-കളിലുണ്ടായ കോളറ ഏറനാട്ടിലെ മുസ്ലിങ്ങളെ വളരെ ഭീകരമായ രീതിയിൽ വ്യാപിച്ചപ്പോഴാണ് നമ്മൾ തിരൂരങ്ങാടി എത്തീങ്കാന പോലുള്ളൊരു സംരംഭം ഉണ്ടായി വരുന്നത്. ഈ ബ്രിട്ടീഷുകാർ പൊതുവെ അവരുടെ ഒരു വളരെ മനുഷ്യത്വരഹിതമായ
സമീപനത്തിൻ്റെ കൂടി ഫലമായിട്ടാണ് ഇങ്ങനത്തെ പകർച്ചവ്യാധികളൊക്കെ. കാരണം ഇവിടുത്തെ മനുഷ്യന്മാരുടെ ജീവൻ അത്ര വില ഗവൺമെൻറ് കൊടുത്തിരുന്നുള്ളൂ എന്നതുകൊണ്ടുകൂടിയാണ് ഈ പകർച്ചവ്യാധികളൊക്കെ ഈ രീതിയിൽ ഉണ്ടായത് എന്ന് ചില ചരിത്രകാരന്മാരൊക്കെ അഭിപ്രായപ്പെടുന്നുണ്ട്. അതുമാത്രമല്ല, ദാരിദ്ര്യം, ക്ഷാമം എന്നൊക്കെ പറയണത്, അന്നത്തെ നമ്മളെ തലസ്ഥാനം ശരിക്കും ലണ്ടനാണല്ലോ. അതായത് ലണ്ടൻ തലസ്ഥാനമായ രാജ്യത്ത് ജീവിക്കുമ്പോഴാണ് നമ്മൾ ഇങ്ങനത്തെ അനുഭവങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്നത്. അപ്പോൾ ഈ ഭരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അവരുടെ ബാക്കിക്കാരായിട്ട് തോന്നാത്തത് കൊണ്ടാണ് ഈ ക്ഷാമങ്ങൾ പോലും പലതും കൃത്രിമമായി സൃഷ്ടിക്കപ്പെട്ടത് കൊണ്ടായിരുന്നു. അതായത് ഗവൺമെൻറ്റിൻ്റെ പോളിസികൾ കൊണ്ടാണ് അത്തരം ക്ഷാമങ്ങൾ ഉണ്ടായത്. ഇന്ത്യയിൽ നിന്ന് വലിയ സമ്പത്ത് ഇങ്ങനെ കൊള്ളയടിച്ച് അങ്ങോട്ട് കൊണ്ടുപോകുമ്പോഴും ഇവിടുത്തെ മനുഷ്യന്മാരെ ആ രീതിയിലാണ് അവർ നോക്കിയത് എന്നൊക്കെ പൊതുവിൽ ചൂണ്ടിക്കാണിക്കപ്പെടാറുണ്ട്. ഏതായാലും ആ പകർച്ചവ്യാധികൾ, ഈ കോളറ എന്ന് പറഞ്ഞാൽ വളരെ ഭീകരമായൊരു അനുഭവമായിരുന്നു. ഇങ്ങനെ ആൾക്കാരിങ്ങനെ ഒന്നാകെ ഇങ്ങനെ മരിച്ചു വീണ് അവർ ശുശ്രൂഷിക്കാനൊന്നും ആളില്ലാത്ത രീതിയിൽ അങ്ങനത്തെ കൂട്ടമരണങ്ങൾ ഉണ്ടായൊരു സമയമാണ്. പക്ഷേ അത് പിന്നെ ഒരു സ്ഥിരം കബർസ്ഥാനായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഏതാണ്ട് 20-ാം നൂറ്റാണ്ടിന് തുടക്കമാകുമ്പോഴേക്ക് ഇവിടെ കോഴിക്കോട്ടെ പള്ളികൾ നമുക്കറിയാം, മിക്കവാറും പള്ളികളിൽ കബർസ്ഥാനുകളില്ല. എവിടെ മരിച്ചാലും ഇങ്ങോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ്. കോഴിക്കോട് നഗരത്തിൽ മിക്കവാറും ഏത് പ്രദേശത്ത് മുസ്ലിങ്ങൾ മരിച്ചാലും ഇവിടെ കൊണ്ടുവന്ന് കബറെടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ രീതി. അതുകൊണ്ട് തന്നെ കോഴിക്കോട്ടെ മുസ്ലിങ്ങൾ മിക്കവാറും എല്ലാവരും കബറടക്കപ്പെട്ടത് ഇവിടെ ആയിരിക്കും. അപൂർവം ചില പള്ളികളിൽ, പിന്നെ നടക്കാവ് പള്ളിയിലൊക്കെ ഉണ്ട്, അതേപോലത്തെ ചില പള്ളികളുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. വളരെ പ്രധാനപ്പെട്ട കുറേ ആൾക്കാർ കബറടക്കപ്പെട്ടൊരു മണ്ണാണിത്. ഇപ്പോൾ കോഴിക്കോട്ടെ നമ്മൾ ബ്രിട്ടീഷ് മലബാർ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഒരു ഇസ്ലാഹി പ്രവർത്തനത്തിൻ്റെയും ദേശീയ രാഷ്ട്രീയത്തിൻ്റെയൊക്കെ നേതൃത്വത്തിലുണ്ടായിരുന്ന പലരും കോഴിക്കോട് നഗരത്തിലാണല്ലോ ജീവിച്ചിരുന്നത്. അവർ അല്ലെങ്കിൽ കൂടി, ഇപ്പോൾ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്, അവരൊക്കെ കബറടക്കപ്പെട്ട ഒരു സ്ഥലമാണിത്. ഇപ്പോൾ മൊയ്തു മൗലവി എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെയും ദേശീയ പ്രസ്ഥാനത്തിൻ്റെയും വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ്. അദ്ദേഹം പൊന്നാനിയിലെ മാറഞ്ചേരിക്കാരനാണ്. പക്ഷേ അദ്ദേഹം ഇവിടെ വന്ന് താമസാക്കി ഇവിടെ തന്നെയാണ് പിന്നെ ജീവിക്കുന്നതും മരിക്കുന്നതൊക്കെ ഇവിടെ തന്നെയാണ്. അദ്ദേഹം പിന്നെ ഹമദാനി തങ്ങളെ ശിഷ്യനാണ്. ഹമദാനി തങ്ങളെ കീഴിൽ നേർക്കുനേരെ ഹമദാനി തങ്ങളെ പാഠശാലയിൽ പഠിച്ച ആളാണ്. മക്തി തങ്ങളെ പ്രസംഗങ്ങൾ കേട്ട ആളാണ്. ഇതുപോലെ മക്തി തങ്ങൾ പറഞ്ഞാൽ എത്ര ഏളിയാണ് നമുക്കറിയാലോ. അപ്പോൾ കാരണം ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ഒരു തുടക്കം മക്തി തങ്ങളാണ്. മക്തി തങ്ങളെ പ്രസംഗങ്ങൾ നേരിട്ട് കേട്ടിട്ടുള്ള ഒരാളാണ് മൊയ്തു മൗലവി. പിന്നെ അദ്ദേഹം പഠിക്കുന്നത് ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജിൻ്റെ കീഴിലാണ്. ആ ആൾക്കാരെ നമ്മളിങ്ങനെ നോക്കുക എവിടെ നിന്നാണ് ഈ ഇൻസ്പിറേഷൻ വരുന്നത് എന്നുള്ളത്. ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജിൻ്റെ കീഴിൽ KM മൗലവിയുടെ സഹപാഠിയായി പഠിച്ച ആളാണ് മൊയ്തു മൗലവി. അതായത് നമ്മൾ ഒരേ ക്ലാസ്സിൽ ഒരേ ബെഞ്ചിൽ ഒരുമിച്ചിരുന്ന് പഠിച്ച, ഒരു ഹോസ്റ്റലിൽ താമസിച്ചാന്നൊക്കെ പറയുന്ന ആ തരത്തിലുള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ KM മൗലവിൻ്റെ കൂടെ ഇസ്ലാഹി പ്രസ്ഥാനം കെട്ടിപ്പടുക്കാൻ വേണ്ടി വളരെ തുടക്കം മുതൽ തന്നെ ഉള്ള ഒരാളാണ്. പിന്നെ ഈ ഖിലാഫത്ത് പ്രസ്ഥാനം 1920 ഉണ്ടായപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇവിടെ വന്നപ്പോൾ അതിൻ്റെ ഏറ്റവും മുന്നിൽ നിന്നിരുന്ന ഒരാളാണ്. നമ്മൾ ഈ KP കേശവമേനോൻ, K മാധവൻ നായർ എന്നൊക്കെ പറയുന്ന പോലെ അവരുടെ തോളോട് തോൾ ചേർന്ന് അവരുടെ കൂടെ ഉണ്ടായിരുന്ന ആളാണ്. അതിനുവേണ്ടി മാത്രമാണ് അദ്ദേഹം ശരിക്കും കോഴിക്കോടേക്ക് താമസം മാറേണ്ടത്. അങ്ങനെ ഉണ്ടല്ലോ, അല്ലാതെ എന്തെങ്കിലും ഒരു ജോലിക്കും വേണ്ടി, ഒരു കച്ചവടത്തിനും വേണ്ടിയല്ല, പൊതുപ്രവർത്തനത്തിന് വേണ്ടി മാത്രം കോഴിക്കോട്ടേക്ക് താമസം മാറുകയാണ്. കാരണം അന്ന് ജില്ലാ തലസ്ഥാനം കോഴിക്കോടാണ്. മൊത്തത്തിൽ മലബാർ ജില്ലയാണല്ലോ അന്ന്. നമ്മളിന്ന് ഈ മലപ്പുറം, കോഴിക്കോട് എന്നൊക്കെ പറയുന്ന ജില്ലകളൊക്കെ അന്ന് കോഴിക്കോടാണ് അതിൻ്റെ ആസ്ഥാനം. നമ്മളെ സംസ്ഥാന തലസ്ഥാനം എന്ന് പറയുന്നത് മദ്രാസുമാണ്. മദിരാശി സംസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള മലബാർ ജില്ലയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ജില്ലാ തലസ്ഥാനം എന്നുള്ള നിലക്കും കോൺഗ്രസിൻ്റെയും ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ ഒക്കെ ആസ്ഥാനം എന്നുള്ള നിലക്കുമാണ് മൊയ്തു മൗലവി കോഴിക്കോടേക്ക് താമസം മാറുന്നത്. അപ്പോൾ ഈ 1921 മലബാർ സമരം ഉണ്ടായ സമയത്ത് അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടുകയാണ്. അതിനുശേഷം പിന്നെ ജയിലിൽ പോവുകയാണ് ചെയ്യണത്. ഈ ഐക്യസംഘം ഉണ്ടാകുന്ന സമയത്തൊക്കെ മൊയ്തു മൗലവി ജയിലിലാണ്. മൊയ്തു മൗലവിയും ജയിലിലാണ്, മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബും ജയിലിലാണ്. വിയോജിപ്പുണ്ടായിരുന്നില്ല ഈ ഒരു മലബാർ നമ്മൾ പറയുന്ന ഈ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തോട്? അവർക്ക് ഇതിനോട് വിയോജിപ്പുണ്ടായിരുന്നു. അതായത് അവർ കോൺഗ്രസിൻ്റെ നേതാക്കളാണ്. ഈ 1921 മലബാർ സമരത്തിൻ്റെ സായുധ സന്ദർഭത്തോട് അവർക്ക് വിയോജിപ്പുണ്ടായിരുന്നു. അവരതിനെതിരായിരുന്നു. അതായത് ആയുധമെടുത്ത് ബ്രിട്ടീഷുകാരോട് പോരാടുക എന്ന് പറയുന്നത് ആത്മഹത്യാപരമാണ്, മതവിരുദ്ധമാണ്, അത് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങൾക്കും വിരുദ്ധമാണെന്നുള്ള വീക്ഷണമാണ് അവർക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ അതേസമയം മലബാറിലെ മാപ്പിളമാർ വളരെ ആത്മാർത്ഥമായിട്ടാണ് ചെയ്തതെന്നും അത് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടമായിരുന്നു, അവരതിലൊരുപാട് ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ടെന്നും അതിലും അവർ വളരെ ക്ലിയർ ആയിരുന്നു. അതല്ലാതെ ഒരു വർഗീയ പോരാട്ടം അല്ലാതെ എന്നുള്ള കാര്യത്തിൽ അവർ വളരെ ക്ലിയർ ആയിരുന്നു. അവരവരെ ആത്മാർത്ഥതനല്ല ചോദ്യം ചെയ്ത്, അല്ലെങ്കിൽ അവരുടെ ലക്ഷ്യങ്ങളല്ല ചോദ്യം ചെയ്ത്, ആ മാർഗം, അതായത് ആയുധം എടുത്തിട്ട് ഒരു വ്യവസ്ഥാപിത ഗവൺമെൻറ്റിനോട് പോരാടുന്നതിൽ അർത്ഥമില്ല എന്നുള്ളൊരു ഇതായിരുന്നു അവരുണ്ടായിരുന്നു. കൃതികളൊക്കെ കുറേ പുസ്തകങ്ങളുണ്ട്. മൊയ്തു മൗലവി എന്താ വെച്ചാൽ കോഴിക്കോട്ട് താമസാക്കി അദ്ദേഹം എന്താ വെച്ചാൽ ഒരു വഴിയിലൂടെ ദേശീയ പ്രസ്ഥാനം ഇങ്ങനെ കെട്ടിപ്പടുക്കാൻ ശ്രമിച്ചു. വേറൊരു വഴിയിലൂടെ അദ്ദേഹം ഇസ്ലാഹി പ്രവർത്തനങ്ങൾ നടത്തി. ഈ കൊടുങ്ങല്ലൂരായിരുന്നു മുസ്ലിം ഐക്യസംഘത്തിൻ്റെ ആസ്ഥാനം. പക്ഷേ ഐക്യസംഘത്തിൻ്റെ കുറേ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന മൊയ്തു മൗലവിയാണ്. ഇസ്ലാഹ് എന്ന് പറഞ്ഞിട്ട് ഐക്യസംഘത്തിൻ്റെ ഒരു ആനുകാലിക ഉണ്ടായിരുന്നു. അതിൻ്റെ എഡിറ്റർ മൊയ്തു മൗലവിയായിരുന്നു. അതിൽ കാര്യമായി എഴുതിക്കൊണ്ടിരുന്ന മൊയ്തു മൗലവിയായിരുന്നു. ഇവിടെ അല്ലമീൻ, മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് അല്ലമീൻ പത്രം തുടങ്ങിയ സമയത്ത് അതിൻ്റെ ഒരു സബ് എഡിറ്റർ മൊയ്തു മൗലവിയായിരുന്നു. അപ്പോൾ ഇവിടെ കോഴിക്കോട് കേന്ദ്രീകരിച്ച് കുറേ ഇസ്ലാഹി പ്രവർത്തനങ്ങൾ അവർ നടത്തുന്നുണ്ട്, ഒരുപാട് എഴുതുന്നുണ്ട്. മൊയ്തു മൗലവിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ
ഒരു ഉദാഹരണം പറഞ്ഞാൽ മാതൃഭൂമി പത്രം. ഈ മാതൃഭൂമി പത്രം കോഴിക്കോട് നിന്നാണല്ലോ പ്രസിദ്ധീകരിക്കുന്നത്. അപ്പോൾ ഇവരൊക്കെ കോൺഗ്രസ്സുകാരാണ്. അപ്പോൾ മാതൃഭൂമി പത്രത്തിൽ 1921 മലബാർ സമരത്തിനെ പറ്റി കുറേ ലേഖനങ്ങൾ വന്നിരുന്നു. ആ ലേഖനങ്ങളിൽ വളരെ ഭീകരമായ രീതിയിൽ മാപ്പിളമാരെ ആക്രമിച്ചുകൊണ്ടും വിമർശിച്ചുകൊണ്ടൊക്കെ, പിന്നെ ഒരുപാട് ലേഖനങ്ങൾ, അതായത് ഭയങ്കര വർഗീയവാദികളായി ചിത്രീകരിച്ചിട്ടും ഇത് ഹിന്ദു വിദ്വേഷത്തിൽ നിന്നാണ് ഈ മലബാർ കലാപം ഉണ്ടായതെന്ന് പറഞ്ഞിട്ടൊക്കെ. അപ്പോൾ അതിനൊക്കെ മറുപടി എഴുതുന്നത് മൊയ്തു മൗലവിയാണ്. ഒരു കോൺഗ്രസ്സുകാരനായിരിക്കെ തന്നെ ഇവിടുത്തെ ബാക്കിയുള്ള കോൺഗ്രസ് നേതാക്കളോട് വിയോജിച്ചുകൊണ്ടാണ് മൊയ്തു മൗലവി അത് എഴുതുന്നത്. അപ്പോൾ ഈ അല്ലമീൻ എന്ന് പറയുന്ന പത്രം കേരളത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒന്നാണ്. അതിൻ്റെ ഒരു തൂലികാ നട്ടെല്ലുകളിലൊന്ന് ശരിക്കും മൊയ്തു മൗലവിയാണ്. അപ്പോൾ അല്ലമീനിൽ മാതൃഭൂമിയായിട്ട് തല്ലാണ്. അതായത് മാതൃഭൂമിയിൽ ഈ മാപ്പിളമാരെ പറ്റി വരുന്ന ഈ ചിത്രീകരണങ്ങളെ നിഷേധിച്ചുകൊണ്ടാണ് മൊയ്തു മൗലവി അല്ലമീനിൽ അതിന് മറുപടികൾ എഴുതിക്കൊണ്ടേയിരിക്കുന്നത്. പിൽക്കാലത്ത് ചരിത്ര ചിന്തകൾ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിലുള്ള പല ഭാഗങ്ങളും അല്ലമീനിൽ ആ കാലത്ത് മൊയ്തു മൗലവി എഴുതിയതാണ്. അപ്പോൾ ഈ ദേശീയ പ്രസ്ഥാനത്തിലൊരു ഡിവൈഡ്, അതായത് ഒരു ഭാഗത്ത് ഈ സവർണ നേതാക്കളും വേറൊരു ഭാഗത്ത് അബ്ദുറഹ്മാൻ സാഹിബും മൊയ്തു മൗലവിയും വേറൊരു ഭാഗത്ത് നിന്നിട്ട് കോൺഗ്രസ്സിനുള്ളിലൊരു ചേരിതിരിവ് ആ കാലം മുതൽ തന്നെ വളരെ പ്രകടമായി വരുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അദ്ദേഹം പിന്നെ ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. കേരളത്തിൽ സലഫി പ്രസ്ഥാനത്തിൻ്റെ ചരിത്രം മൊയ്തു മൗലവി എഴുതിയിട്ടുണ്ട്. ഏതാണ്ട് അദ്ദേഹത്തിൻ്റെ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് അദ്ദേഹം സലഫി പ്രസ്ഥാനം ആദ്യകാല ചരിത്രം എന്ന് പറഞ്ഞിട്ട് ഈ അനുഭവങ്ങളെല്ലാം കൂടി ഒരു പുസ്തകം ചേർത്ത് വെച്ചിട്ട് അദ്ദേഹം മൊയ്തു മൗലവി ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ഇസ്ലാഹി പ്രവർത്തകരെ പഴയകാല നേതാക്കളൊക്കെ നോക്കുമ്പോൾ രാഷ്ട്രീയത്തിൽ അവർ സജീവമാണ്. അത് ഒരു മൊത്തത്തിൽ കാണുന്ന ഒരു സംഗതി തന്നെയാണോ, അല്ലെങ്കിൽ ഇപ്പോൾ ഈ മൊയ്തു മൗലവി അല്ല, ആ തലമുറയിൽ അതങ്ങനെയായിരുന്നു. ആ തലമുറയിൽ എല്ലാവരും എന്ന് പറഞ്ഞുകൂടെങ്കിലും ബഹുഭൂരിപക്ഷം ആൾക്കാർ രാഷ്ട്രീയത്തിൽ സജീവമായിരുന്നു. അതിൽ കോഴിക്കോട് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചവർ ഒരു ഘട്ടത്തിൽ മിക്കവാറും കോൺഗ്രസ്സുകാരായിരുന്നു. അവർ മുസ്ലിം ലീഗൊക്കെ ഉണ്ടായപ്പോഴും മുസ്ലിം ലീഗിൽ ചേരാതെ കോൺഗ്രസ്സുകാരായി തന്നെ തുടർന്ന സലഫികളാണ് കോഴിക്കോട്ട് അധികം ഉണ്ടായിരുന്നത്. അതല്ലാത്തവരും ഉണ്ടായിരുന്നു, പ്രത്യേകിച്ചും കേരളമൊക്കെ രൂപീകരിച്ച ശേഷം പിന്നെ അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷേ ബ്രിട്ടീഷ് കാലത്ത് നമ്മൾ നോക്കുമ്പോൾ മിക്കവാറും ഇവിടെ ഉള്ള ഒരു ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആൾക്കാരായിരുന്നു. അതിൽ മൊയ്തു മൗലവി ഉണ്ടാക്കിയൊരു റെപ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര, അതൊരു ലിവിങ് ലെഗസിയാണ്. കാരണം സ്വാതന്ത്ര്യ സമരത്തിൽ നിന്ന് നേരെ ഒരാളെ കൊണ്ടുവന്നിട്ട് ഇരുത്തുന്ന പോലെയാണ്. കാരണം അതാ പറഞ്ഞാൽ 1885 ജനിച്ച ഒരാൾ, ഹോം റൂൾ ലീഗ് കാലം മുതൽ കോൺഗ്രസ്സിലുള്ള ഒരാൾ, ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ നട്ടെല്ലായി നിന്നൊരാൾ. അപ്പോൾ നമ്മളീ പറയുന്ന ഉപ്പ് സത്യാഗ്രഹം, ഇപ്പോൾ ഈ കോഴിക്കോട് കടപ്പുറത്ത് ഉപ്പ് സത്യാഗ്രഹം നടക്കുന്നുണ്ട്. അതിൽ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്, മൊയ്തു മൗലവി, ഇവരൊക്കെ അതിൽ അത്രയും വലിയ, അതായത് പോലീസിൻ്റെ മർദ്ദനം ഏൽക്കുന്നു, ഒരുപാട് തവണ ജയിലിൽ പോകുന്നു. മൊയ്തു മൗലവിയുടെ ജയിലനുഭവങ്ങൾ നമ്മൾ വായിക്കേണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ അദ്ദേഹം അത് വിശദമായിട്ട് പറയുന്നുണ്ട്. നമ്മൾ ഈ ബാക്കിയുള്ള പൊളിറ്റിക്കൽ പ്രിസണേഴ്സ് ഉണ്ടല്ലോ, ഒരുപാട് ആൾക്കാർ ബ്രിട്ടീഷ് കാലത്ത് ജയിലിൽ പോകണമല്ലോ, അവരൊന്നും പോലുള്ള ഒരു രാഷ്ട്രീയ തടവുകാരൻ എന്നുള്ള നിലക്കുള്ള സ്വാതന്ത്ര്യമൊന്നുമല്ല മൊയ്തു മൗലവിക്ക് അവിടെ കിട്ടിയത്. അതിഭീകരമായ പീഡനങ്ങളും മർദ്ദനങ്ങളും അത് മുഴുവൻ ഏറ്റിട്ടാണ് അദ്ദേഹം കോൺഗ്രസ്സുകാരനായിട്ട് നിലനിൽക്കുന്നത്, അങ്ങനെ തന്നെ തുടരുന്നത്. അപ്പം അങ്ങനത്തെ ഒരാൾ, പ്രത്യേകിച്ചും 1940-കളിൽ പാകിസ്ഥാൻ മൂവ്മെൻ്റൊക്കെ ഉണ്ടായപ്പോഴും വളരെ ശക്തമായി കോൺഗ്രസിൻ്റെ കൂടെ ഉറച്ചു നിന്ന ഒരാൾ, അങ്ങനത്തെ ഒരാൾക്ക് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ഏത് തരത്തിലുള്ളൊരു പരിചരണമായിരിക്കും കിട്ടുക എന്നുള്ള കാര്യം വളരെ ക്ലിയർ ആണല്ലോ. അതുകൊണ്ട് തന്നെ കോഴിക്കോട്ടൊരു കാരണവരെ പോലെ ആയിരുന്നു അദ്ദേഹം. കാരണം ഒരു 1995 വരെ ഇവിടെ തന്നെ ഉണ്ട് അദ്ദേഹം. പിന്നെ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് ആർക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യം ഉണ്ടാവില്ല. അദ്ദേഹം ശരിക്ക് അധികം പ്രായമാവുന്നതിന് മുമ്പ് മരിച്ചുപോയ ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ 40-കളിലായിരിക്കും അദ്ദേഹം മരിക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. 1945-ലാണ് മരിക്കുന്നത്. ഇവിടുത്തെ ഒരു പൊതുജീവിതത്തിൻ്റെ ഏറ്റവും മധ്യത്തിൽ നിറഞ്ഞു നിൽക്കുന്ന, വളരെ എനർജറ്റിക്കായി നിറഞ്ഞു നിൽക്കുന്ന സമയത്താണ് അബ്ദുറഹ്മാൻ സാഹിബ് മരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ചുറ്റും കുറേ യുവാക്കളുണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരും അടുത്ത സഹപ്രവർത്തകളൊക്കെ ആയിട്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ഏറ്റവും വികാരസാന്ദ്രമായൊരു ഓർമ്മയാണ് മുഹമ്മദ് അബ്ദുറഹ്മാൻ എന്ന് പറയുന്നത്. കാരണം അദ്ദേഹത്തോടുള്ള അവരുടെ ഒരു ബന്ധം എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ നേതാവിനോടുള്ള ബന്ധമല്ല, വളരെ വൈകാരികമായ, ഇങ്ങനെ ഉണ്ടല്ലോ ഓരോ അനക്കത്തിലും നോട്ടത്തിലും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടാകുന്ന, അതിൽ ആവേശം ഉൾക്കൊള്ളുന്ന, എല്ലാം അദ്ദേഹത്തോട് ചോദിച്ചിട്ട് ചെയ്യുന്ന ആ രീതിയിലുള്ള ഒരു ഇൻഫ്ലുവൻഷ്യലായ നേതാവായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നുള്ള മുസ്ലിം തലമുറകളിൽ, പ്രത്യേകിച്ചും ദേശീയ പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചിരുന്ന കോൺഗ്രസ്സുകാരുടെ ഇടയിൽ ഇങ്ങനെ ഒരിക്കലും വാടിപ്പോകാതെ നിന്നൊരു ഇമേജാണിത്. അതായത് കോൺഗ്രസ് പ്രവർത്തനത്തിന് അവർക്ക് ആവേശം കൊടുക്കുന്നത് എപ്പോഴും അബ്ദുറഹ്മാൻ സാഹിബിനെ കുറിച്ചുള്ള ഓർമ്മകളാണ്. അപ്പോൾ ആ നിലക്കുള്ള ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹം ഈ പറഞ്ഞ പോലെ മൊയ്തു മൗലവിയെ പോലെ തന്നെ കേരളത്തിൽ ഇസ്ലാഹി പ്രവർത്തനവും ദേശീയ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനവും രണ്ടും കൂടി സമന്വയിപ്പിച്ച ഒരാളാണ്. ഇവർക്കൊന്നെന്ന് പറഞ്ഞാൽ ഇത് വേറെ വേറെ അല്ല, നമ്മൾ അങ്ങനെ വിചാരിക്കരുത്. ഞാൻ അരമണിക്കൂർ ഞാൻ കോൺഗ്രസ് അരമണിക്കൂർ ഇസ്ലാഹി പ്രവർത്തനം നടത്തുക എന്നുള്ളതല്ല. ഇത് രണ്ടും ഒരേ ആക്ടിവിസത്തിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഇതൊക്കെ ചെയ്യുന്നത്. അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഇവിടെ ഖിലാഫത്ത് പ്രസ്ഥാനം, ദേശീയ പ്രസ്ഥാനമൊക്കെ ഉണ്ടായല്ലോ, അതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട സ്വാധീനങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ മൗലാന മുഹമ്മദ് അലി എന്നൊക്കെ നമ്മൾ പറയുന്ന ആൾ,
ഇവരായിട്ടൊന്നും നേരിട്ട് കേരളത്തിലെ പിന്നെ മുസ്ലിം നേതാക്കൾക്കൊന്നും ശരിക്കും ബന്ധമല്ല. പക്ഷെ അബ്ദുറഹ്മാൻ സാഹിബ് പഠിക്കുന്നത് ജാമിയ മില്ലിയയിലാണ്. ജാമിയ മില്ലിയ എന്ന് പറഞ്ഞാൽ അന്ന് ഈ അലിഗഡ് മുസ്ലിം സർവകലാശാല ദേശീയ പ്രസ്ഥാനത്തിന് അനുകൂലമല്ലാത്തത് കൊണ്ട് പിന്നെ അലിഗഡിൽ തന്നെ പഠിച്ച പലരും അതേപോലെ ഗാന്ധിയും മൗലാന അബുൽ കലാം ആസാദും അവരൊക്കെ പാടെ മുൻകൈ എടുത്തിട്ട് ഒരു ദേശീയ രാഷ്ട്രീയം കുട്ടികൾക്ക് പകർന്നു കൊടുക്കുന്ന ഒരു വിദ്യാലയം ഉണ്ടാക്കിയതാണല്ലോ ജാമിയ മില്ലിയ. അത് അന്ന് അലിഗഡിലായിരുന്നു, പിന്നെ ഡൽഹിക്ക് മാറ്റിയതാണ്. അലിഗഡിൽ തന്നെയാണ് അവർ സ്ഥാപിച്ചിരുന്നത്. അപ്പോൾ അന്ന് അലിഗഡിൽ പോയിട്ടാണ് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് പഠിക്കുന്നത്. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് കൊടുങ്ങല്ലൂരുകാരനാണ്, അഴീക്കോട്ടുകാരനാണ്, KM സീതി സാഹിബിൻ്റെ നാട്ടുകാരനാണ്, അദ്ദേഹത്തിൻ്റെ ബന്ധുവാണ്. നേരത്തെ പറഞ്ഞ പോലെ മൊയ്തു മൗലവിയും KM മൗലവിയും ഒരുമിച്ച് പഠിച്ചാന്ന് പറഞ്ഞാൽ രണ്ടുപേരും ഒരുമിച്ച് പഠിച്ചവരാണ്, ഒരേ സ്കൂളിൽ ഒരേ ക്ലാസ്സിൽ പഠിച്ചവരാണ്. നമ്മൾ അഴീക്കോട് സ്കൂളിൻ്റെ രജിസ്റ്റർ എടുത്ത് നോക്കിയാൽ മതി, അവിടുത്തെ ഗവൺമെൻറ് സ്കൂളിൻ്റെ രജിസ്റ്റർ എടുത്ത് നോക്കിയാൽ ഇവർ രണ്ടുപേരും പേര് നമ്മൾക്ക് ഇപ്പോഴും കാണാൻ കഴിയും, ക്ലാസ്സിൽ എൻ്റർ ചെയ്തത്. അപ്പോൾ അവർ അവിടുത്തെ ഇസ്ലാഹി കുടുംബങ്ങൾ എന്നുള്ളവരാണ്. ഇപ്പോൾ സീതി സാഹിബിൻ്റെ പിതാവ് തന്നെ അവിടുത്തെ ഇസ്ലാഹി പ്രവർത്തകനാണ്, പിന്നെ ഐക്യസംഘത്തിൻ്റെ ഇതാണ്. അവിടെ സ്കൂളുകൾ ഉണ്ടാവുന്നതും കുട്ടികൾ ആധുനിക വിദ്യാഭ്യാസത്തിന് പോകുന്നതൊക്കെ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ അദ്ദേഹത്തിന് ജന്മം മുതൽ തന്നെ അദ്ദേഹം ശ്വസിച്ചുകൊണ്ടിരിക്കുന്ന അന്തരീക്ഷ വായുവിലുള്ളതാണ് ശരിക്കും ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ആശയങ്ങൾ എന്ന് പറഞ്ഞാൽ, അല്ലാതെ പുറത്തുനിന്ന് ആരും കൊടുക്കേണ്ട ഒരു സാധനമല്ല അത്. അപ്പോൾ അദ്ദേഹം മദ്രാശിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആസാദിനെ വായിക്കുന്നു. ആസാദ് എന്ന് പറഞ്ഞാൽ അന്ന് ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു സലഫി ബുദ്ധിജീവി കൂടിയാണ്. അപ്പോൾ ആസാദ് വളരെ ശക്തമായി ഈ ബ്രിട്ടീഷുകാരെ കലാലയങ്ങൾ ബഹിഷ്കരിച്ചിട്ട് ദേശീയ വിദ്യാലയങ്ങളിലേക്ക് പോകാനൊക്കെ ആഹ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം ആ പഠിപ്പ് നിർത്തിയിട്ട് അലിഗഡ്ക്ക് വണ്ടി കയറിയിട്ട് അവിടെ ജാമിയ മില്ലിയയിൽ പോയി ചേരുകയാണ് ചെയ്യുന്നത്. മൗലാന മുഹമ്മദ് അലി അന്ന് മുതൽ തന്നെ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ ഒരു മെൻറ്ററാണ്. കാരണം നേർക്കുനേരം അവരെ മുന്നിലെത്തുകയല്ലേ, ഈ പറയുന്ന ആൾക്കാരെ മുന്നിലെത്തിയിട്ട് പഠിക്കുകയാണ്. പക്ഷേ അദ്ദേഹം ആ പഠനം പൂർത്തിയാക്കാതെ ഈ ഒറ്റപ്പാലത്ത് കോൺഗ്രസ് സമ്മേളനം നടക്കുമ്പോൾ വന്ന് തീവണ്ടി ഇറങ്ങുക ചെയ്യണത്. പിന്നെ ഒരിക്കലും തിരിച്ച് അദ്ദേഹം ജീവിതത്തിലേക്ക് വണ്ടി കയറിയിട്ടില്ല. കാരണം പിന്നെ മുഴുവൻ ഈ പൊതുപ്രവർത്തനം തന്നെയായിരുന്നു. ആ സമ്മേളന സ്ഥലത്ത് ചെന്നിട്ട് ഇറങ്ങിയ ശേഷം വേറെ ഒന്നിലേക്കും തിരിയാതൊരു മുഴുവൻ സമയ പൊതുപ്രവർത്തനമായിരുന്നു മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. അപ്പോൾ അദ്ദേഹം ഇതേപോലെ മൊയ്തു മൗലവിയെ പോലെ പിന്നെ ഇവിടെ വരുന്നു, കോഴിക്കോട്ട് വരുന്നു. കോഴിക്കോട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മണ്ഡലമായിട്ട് സ്വീകരിക്കുന്നു. ഖിലാഫത്ത് പ്രസ്ഥാനത്തിലും കോൺഗ്രസ്സിലൊക്കെ സജീവമാകുന്നു. അദ്ദേഹം ജയിലിൽ പോകുന്നു. 1921 മലബാർ സമരം. നേരത്തെ മൊയ്തു മൗലവിയുടെ അതേ സ്റ്റാൻഡ്, മൊയ്തു മൗലവിക്കും KM മൗലവിക്കും മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനൊക്കെ ഒരേ സ്റ്റാൻഡാണ് മലബാർ സമരത്തിനെ സംബന്ധിച്ചുണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹം ജയിലിലാകുന്നു. ജയിലിൽ നിന്ന് തിരിച്ചു വന്നതിന് ശേഷമാണ് അദ്ദേഹം അല്ലമയും പത്രം തുടങ്ങുന്നതും ഇവിടെ ആ രീതിയിൽ ദേശീയ പ്രവർത്തനം കാര്യങ്ങളൊക്കെ ആരംഭിക്കുന്നത്. അപ്പോൾ അതാണ് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ പറ്റിയുള്ള കാര്യം. അദ്ദേഹം ദേശീയ ആശയങ്ങളും ഇസ്ലാഹി ആശയങ്ങളും ഒരേ സമയം പ്രചരിപ്പിച്ചൊരു നേതാവാണ്. ചരിത്രം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഒരു കോട്ട് കാണാറുണ്ടല്ലോ പ്രസംഗത്തിലൊക്കെ, ചരിത്രം വായിച്ചിരിക്കേണ്ട സമയമല്ല. അതുണ്ട്, അത് ശരിയാണ്. കാരണം എന്താ വെച്ചാൽ അദ്ദേഹം ശരിക്കും ആ ഒരു മൊമെൻ്റ് ഉണ്ടല്ലോ, അതായത് ആ ഒരു പൊളിറ്റിക്കൽ മൊമെൻ്റ്, അത് ഏറ്റവും നന്നായി ഉപയോഗിച്ച ആളാണ്. ഈ കോൺഗ്രസ് ഇപ്പോൾ ഈ കോഴിക്കോട്ട് ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ അതിലേറ്റവും എന്താ പറയുക, ആ ഒരു ദൃശ്യം നമ്മൾ മനസ്സിൽ കാണുകയാണെങ്കിൽ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബാണ് അതിൽ ഏറ്റവും ഉയരമുള്ള ആൾ. അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ ഉയരം മാത്രമല്ല പറയണത്, അതിൻ്റെ ആ നായകത്വം, നമ്മളൊരു സമരമുഖത്തെ നായകത്വം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അത് ഒരു വേറൊരു കലയാണല്ലോ അത്. അതായത് ചുറ്റുമുള്ളവർക്ക് മുഴുവൻ കാരണം ബ്രിട്ടീഷ് പോലീസ് നേരെ മുന്നിലുണ്ട്, അവർ കവിതകളുണ്ട്. ഇടശ്ശേരി മുഹമ്മദ് അബ്ദുറഹ്മാനെ പറ്റി കവിത എഴുതുന്നുണ്ടല്ലോ. കേരളത്തിൽ ഒരുപാട് കവിത എഴുതിയ ആളാണ് മുഹമ്മദ് അബ്ദുറഹ്മാൻ. കാരണം ദേശീയ പ്രസ്ഥാനത്തിൽ എന്തെങ്കിലും ഒരു താല്പര്യമുള്ള ഒരാൾക്ക് അവഗണിക്കാൻ കഴിയാത്തൊരു ഇമേജറിയാണത്. കാരണം അബ്ദുറഹ്മാൻ ഇങ്ങനെ നടുവിൽ വന്ന് നിൽക്കുന്നത്, അദ്ദേഹം പ്രസംഗിക്കുന്നത്, അദ്ദേഹം പോലീസുകാരോട് ധീരമായി കയർത്ത് സംസാരിക്കുന്നത്, ഈ ബ്രിട്ടീഷ് പട്ടാളം ഇങ്ങനെ ഈ കഴുത്തിൻ്റെ രണ്ട് സൈഡിലും ലാത്തി വെച്ചിട്ട് അദ്ദേഹത്തെ നിലത്തിട്ട് ചവിട്ടുന്നൊക്കെ ഉണ്ട്. പക്ഷെ ആ സമയത്തും അദ്ദേഹം ഈ മുദ്രാവാക്യം മുഴക്കുന്നത് നിലക്കുന്നില്ല. എന്നിട്ട് പിന്നെയും കുടഞ്ഞെഴുന്നേറ്റിട്ട് പിന്നെയും അനുയായികളോട് സംസാരിക്കുകയാണ്. അപ്പോൾ ആ രീതിയിൽ ബ്രിട്ടീഷുകാരുമായിട്ടുള്ളൊരു പോരാട്ടത്തിൻ്റെ ഏറ്റവും ധീരമായ കുറേ ചിത്രങ്ങൾ കേരളത്തിന് സമ്മാനിച്ച ഒരു സമര പോരാളി കൂടിയാണ് ശരിക്കും. ഒരു ബുദ്ധിജീവി മാത്രമല്ല, രാഷ്ട്രീയത്തിൽ പലതരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടാവുമല്ലോ. അദ്ദേഹം ശരിക്കും ഏറ്റവും അടിസ്ഥാന തരത്തിൽ പ്രവർത്തകരെ സംഘടിപ്പിച്ച് പോർമുഖങ്ങളിൽ പോയി നിന്ന് പോലീസുകാരെ മർദ്ദനങ്ങളൊക്കെ ഏറ്റ് അങ്ങനെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ഒരാളാണ് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് എന്ന് പറയുന്നത്.
ബ്രിട്ടീഷ് മലബാറിലെ കോഴിക്കോട്ടെ മുസ്ലിം ജീവിതത്തെ പറ്റി നമ്മൾ പറയണത്, നമ്മൾ 20-ാം നൂറ്റാണ്ട് പിറക്കുന്നതോടുകൂടി കോഴിക്കോട്ടെ മുസ്ലിങ്ങൾക്കിടയിൽ ഈ സമുദായ പരിഷ്കരണപരമായ ഒരുപാട് ആലോചനകളും ആ രീതിയിലുള്ള പദ്ധതികളൊക്കെ ഉണ്ടായി വരുന്നുണ്ട്. നമ്മൾ പിൽക്കാലത്ത് ഇസ്ലാഹി പ്രസ്ഥാനം എന്നൊക്കെ വിളിച്ച ഒരു ചിന്താരീതി ഉണ്ടല്ലോ, അത് ഒരു വശത്ത് ബാക്കിയെല്ലാ മലബാറിലെ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ പോലെ ഇവിടുത്തെ മുസ്ലിങ്ങളുടെ ഇടയിലും കുറേ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളൊക്കെ ഉണ്ടായി വന്നിരുന്നു. ഇവിടെ തന്നെ കുറേ ദർഗകളും അതുമായിട്ട് ബന്ധപ്പെട്ട അനാചാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വേറൊരു വശത്ത് ആധുനിക വിദ്യാഭ്യാസം വേണ്ട രീതിയിൽ മുസ്ലിങ്ങൾക്ക് പ്രാപ്യമാവാത്തതിൻ്റെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഒരേ സമയം മുസ്ലിങ്ങളെ ആധുനീകരിക്കാനും ഇസ്ലാമീകരിക്കാനും, ഒരു വശത്ത് ആധുനിക വിദ്യാഭ്യാസം പ്രചരിപ്പിക്കാനും വേറൊരു വശത്ത് ഖുർആനിലേക്കും ഹദീസിലേക്കും മുസ്ലിങ്ങളെ മടക്കി വിളിക്കാനുള്ള ശ്രമങ്ങൾ ഒരുമിച്ച് നടത്തുകയാണ് നമ്മൾ നവോത്ഥാനം ഉണ്ടാക്കി എന്നൊക്കെ പറയുന്ന ആൾക്കാർ ചെയ്തത്. അപ്പോൾ അതിൽ നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ നേരത്തെ നമ്മൾ കണ്ട ഹിമായത്തുൽ ഇസ്ലാം സ്കൂൾ എന്ന് പറയുന്നത് ഇതിലെ വളരെ നേരത്തെ ഉണ്ടായി വന്നൊരു സ്ഥാപനമാണ്. 1912 അതിൽ ഒരു സ്കൂളിൻ്റെ രൂപം കൈവരിക്കുന്നത്. നേരത്തെ മദ്രസ ഉണ്ട്. അപ്പോൾ ഹിമായത്തുൽ ഇസ്ലാം സഭ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ ഇവിടെ ഉണ്ടാകുന്നു. അതിൽ ഇതേപോലുള്ള ഒരു പ്രാദേശിക കൂട്ടായ്മയാണ്, ഇവിടുത്തെ പൗരപ്രമുഖരൊക്കെ കൂടി ഉണ്ടാക്കിയ ഒരു സംവിധാനമാണ്. പക്ഷെ അതിൽ ഇതേപോലുള്ള സാമൂഹിക നവോത്ഥാനപരമായ കുറേ ആശയങ്ങൾ ഉണ്ടായി വരികയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് സ്കൂൾ ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മൾ കെ എം മൗലവിൻ്റെയൊക്കെ ജീവചരിത്രം പരിശോധിച്ചാൽ 1912 അദ്ദേഹം കുറ്റിച്ചിറ വരുന്നുണ്ട്. അപ്പോൾ അത് വാഴക്കാട് ദാറുൽ ഉലൂം മദ്രസയിൽ ചാലിലകത്തിൻ്റെ കീഴിൽ അദ്ദേഹം വിദ്യാർത്ഥിയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ചാലിലകത്തും അദ്ദേഹം കൂടിയാണ് ഇവിടെ വരുന്നത്. അപ്പോൾ വരുന്നത് ഒരു വിദ്യാഭ്യാസ സമ്മേളനത്തിൽ പ്രസംഗിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇവിടുത്തെ മുസ്ലിങ്ങളെ വിളിച്ചു കൂട്ടിയിട്ട് വിദ്യാഭ്യാസത്തിന് പോകേണ്ട ആവശ്യകതയും മതവിദ്യാഭ്യാസ രംഗത്ത് വരുത്തേണ്ട പരിഷ്കരണങ്ങളെ പറ്റിയുള്ള ആവശ്യകതയൊക്കെ അദ്ദേഹം ചാലിലകത്തിൻ്റെ സാന്നിധ്യത്തിലായിരുന്നു. ചാലിലകത്ത് അദ്ദേഹത്തിൻ്റെ മെൻറ്ററാണ്, ചാലിലകത്തിൻ്റെ ആ രീതിയിലുള്ളൊരു ശിഷ്യനായിരുന്നല്ലോ. അപ്പോൾ അത് കെ എം മൗലവി എക്സ്പ്രസ് ചെയ്ത് സംസാരിക്കുന്നതൊക്കെ 1912 തന്നെ സംഭവിക്കുന്നത് നമുക്ക് കാണുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ആ ഒരു മൂവ്മെൻറ്റിൻ്റെ ഒരു ഭാഗമാണിത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു അനുബന്ധം എന്നുള്ള നിലക്കാണ് ഈ സ്കൂൾ ഉണ്ടായി വരുന്നതിനൊക്കെ നമ്മൾ കാണേണ്ടത്. അതേപോലെ തന്നെ ഇവിടെ ഉണ്ടായ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ മദ്രസത്തുൽ മുഹമ്മദിയ ഹൈസ്കൂൾ എന്ന് പറയുന്നത്. റോഡിൻ്റെ ഓപ്പോസിറ്റ് നമ്മൾ കാണുന്നത് ഷാദുലി പള്ളിയാണ്. കോഴിക്കോട്ടെ ഒരു ഇസ്ലാഹി ആശയ പ്രചാരണത്തിലും മതപരമായ സംസ്കരണ പ്രവർത്തനങ്ങളിലൊക്കെ വലിയ പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പള്ളിയാണ്. അപ്പോൾ ഈ മദ്രസത്തുൽ മുഹമ്മദിയ എന്ന് പറയുന്നത് ശരിക്കും അലീഗഡ് മൂവ്മെൻ്റ് ഇതിൽ വലിയൊരു ഇൻഫ്ലുവൻസ് ആയിരുന്നു. ഈ അലീഗഡ് ആംഗ്ലോ മുഹമ്മദൻ ഓറിയൻ്റൽ കോളേജ് എന്നാണല്ലോ അവിടെ ഉണ്ടായി വന്നത്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു പ്രചോദനം ഉൾക്കൊണ്ടിട്ട് ഇവിടെ സാമൂഹിക നവോത്ഥാനം ആഗ്രഹിച്ചവർ ഉണ്ടാക്കി കൊണ്ടുവന്ന കോഴിക്കോടിൻ്റെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ വലിയ പങ്ക് വഹിച്ചൊരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് മദ്രസത്തുൽ മുഹമ്മദിയ എന്ന് പറയുന്നത്. നമുക്കറിയാലോ, MM ഹൈസ്കൂൾ ആ കാലത്ത് സ്ഥാപിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ ഇവിടുത്തെ തലമുറകൾ മിക്കവാറും വിദ്യാഭ്യാസം നേടിയൊരു ഇതാണത്. അതുകൊണ്ട് തന്നെ വളരെ പ്രഗത്ഭരായ, വളരെ പ്രശസ്തരായ ഒരുപാട് ആൾക്കാർ ഇവിടെ പഠിച്ചിട്ടുണ്ട്. ഇതൊരുപാട് സംഭാവനകൾ ഈ സ്കൂളിനുണ്ട്. അപ്പോൾ 1920 നമ്മൾ പരിശോധിക്കുമ്പോൾ കുറേ പ്രധാനപ്പെട്ട പണ്ഡിതന്മാരൊക്കെ ഇവിടെ അധ്യാപകരായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ PK മൂസ മൗലവി ഒരാളാണ്. PK മൂസ മൗലവി എന്ന് പറഞ്ഞാൽ കോഴിക്കോട്ടെ ഒരു ഇസ്ലാഹി മണ്ണ് രൂപപ്പെടുത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ച ഒരാളാണ് PK മൂസ മൗലവി. PK മൂസ മൗലവി ഇവിടെ അധ്യാപകനാവുന്നു എന്ന് പറയുമ്പോൾ ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് അതുവഴി കിട്ടുന്നൊരു എൻലൈറ്റൻമെൻ്റ് ഉണ്ട്. അപ്പോൾ അവർ ആധുനിക വിദ്യാഭ്യാസത്തോടൊപ്പം കുട്ടികൾക്ക് മതപരമായൊരു പ്രബുദ്ധത കൂടി പകർന്നു നൽകിയിരുന്നു എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. അപ്പോൾ ആ നിലക്കൊക്കെ കേരളത്തിലെ റിഫോം ഹിസ്റ്ററിയിൽ വലിയൊരു പങ്കുള്ള സ്ഥാപനമാണ് മദ്രസത്തുൽ മുഹമ്മദിയ എന്ന് പറയുന്നത്. ഈ സ്കൂൾ സ്ഥാപിതമായ 1917 അന്നത്തെ 3 വർത്തക പ്രമാണിമാരായ കാമക്കൻ്റെ അകത്ത് മുഹമ്മദ് ഹാജി, അലി ബറാമി, കുഞ്ഞഹമ്മദ് കുട്ടി ഹാജി എന്നിവർ ചേർന്ന് ഉണ്ടാക്കിയതാണ് ഈ സ്കൂൾ. അന്ന് തുടക്കത്തിൽ LP സ്കൂൾ മാത്രമായിരുന്നു. പിന്നെ പടർന്ന് പന്തലിച്ച് ഇപ്പോൾ 4000-ഓളം കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളാണ്. നമ്മൾ ഫ്രാൻസിസ് റോഡിലാണ്. ഇടിയങ്ങര എന്ന് പറയുന്നത് കേരളത്തിലെ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ വലിയ പ്രാധാന്യമുള്ളൊരു സ്ഥലമാണ്. കോഴിക്കോടിൻ്റെ ഒരു പ്രാദേശിക ചരിത്രം എന്നുള്ള നിലക്ക് മാത്രമല്ല, സംസ്ഥാനാടിസ്ഥാനത്തിൽ തന്നെ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ വലിയ പ്രാധാന്യമുള്ള സ്ഥലമാണ്. ഇവിടെ നമ്മൾ ഏകദേശം ഈ നിൽക്കുന്ന ഏരിയയിൽ ഈ ബിൽഡിങ്ങിൽ കുഞ്ഞോയ് വൈദ്യർ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. M കുഞ്ഞോയ് വൈദ്യർ, നിങ്ങൾ കേട്ടണമെന്നറിയില്ല. അദ്ദേഹം KNMൻ്റെ സ്ഥാപക ട്രഷററാണ്. 1950 KNM ഉണ്ടാകുമ്പോൾ ട്രഷറർ അദ്ദേഹമാണ്. ഞാൻ ശരിക്കും നല്ലളം സ്വദേശിയാണ്. നമ്മൾ ഈ കോഴിക്കോട് നല്ലളം എന്ന് പറഞ്ഞ സ്ഥലം ഉണ്ടല്ലോ, അവിടെ കോട്ടുമ്മൽ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. കോഴിക്കോട്ടുകാർക്ക് ചിലപ്പോൾ അറിയായിരിക്കും, നല്ലളത്ത് കോട്ടുമ്മൽ. കോട്ടുമ്മൽ ഈ ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജിൻ്റെ ശിഷ്യന്മാർ വളരെ നേരത്തെ തന്നെ ഒരു മദ്രസ അവർ നടത്തിയിരുന്നു. KM മൗലവിയുടെ അധ്യാപകനായിട്ട് വരുന്നുണ്ട്.
അതൊക്കെ ചാലിലകത്ത് ജീവിച്ചിരിക്കുന്ന സമയത്താണ്, 920 മുമ്പാണ്. അപ്പോൾ അവിടെ ഒരു വിദ്യാർത്ഥിയായിരുന്നു കുഞ്ഞോയ് വൈദ്യർ, അതായത് കെ എം മൗലവിയുടെ ഒരു വിദ്യാർത്ഥിയായിരുന്നു. അപ്പോൾ അന്നാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഈ ആശയങ്ങൾ വിതക്കപ്പെടുന്നത്. അന്ന് അദ്ദേഹം വളരെ ചെറുപ്പമാണ്, അദ്ദേഹത്തിൻ്റെ കൗമാരപ്രായം ഏകദേശം ആ ഒരു സമയത്താണ് അദ്ദേഹം മദ്രസയിൽ പഠിക്കുന്നത്. അപ്പോൾ പിന്നീട് കോഴിക്കോട്ടെ ഇസ്ലാഹി ആശയങ്ങളുടെ വലിയൊരു പ്രഭവ കേന്ദ്രമായിട്ട് കുഞ്ഞോയ് വൈദ്യർ മാറുകയാണ്. അപ്പോൾ അദ്ദേഹം ഒരു വൈദ്യർ എന്നുള്ള നിലക്ക് അദ്ദേഹത്തിനൊരു വൈദ്യശാല, അങ്ങനത്തെ ചികിത്സ, അങ്ങനത്തെ പരിപാടികൾ ഉണ്ടായിരുന്നു. അപ്പോൾ ആയുർവേദമാണ്. അപ്പോൾ അദ്ദേഹം അതായത് ദർസുകളിലും മദ്രസകളിലൊക്കെ പഠിച്ചൊരു മതപണ്ഡിതനാണ്, പക്ഷെ അതിൻ്റെ കൂടെ തന്നെ ഒരു വൈദ്യൻ കൂടിയാണ്. അതുകൊണ്ട് പൊതുജനങ്ങൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചികിത്സയ്ക്ക് വേണ്ടി ഒരുപാട് വരുമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആര്യവൈദ്യശാലയാണ് ശരിക്ക് കോഴിക്കോട്ടെ ഇസ്ലാഹി ആശയങ്ങളുടെ വലിയൊരു വിതരണ കേന്ദ്രമായിട്ട് മാറിയത്, അതിവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ നടന്ന ആലോചനകളിൽ നിന്നാണ് ശരിക്കും അൽമനാർ മാസിക എന്ന് പറഞ്ഞൊരു മാസിക തുടങ്ങാനുള്ളൊരു തീരുമാനം ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് ഈ ഓവർ ബ്രിഡ്ജ് ഉണ്ടല്ലോ, ഇതിങ്ങനെയാണ് കയറിയാൽ നമ്മളെത്തിയാൽ ഇറങ്ങി ചെല്ലുന്ന ജംഗ്ഷനില്ലേ, ഇപ്പോൾ പുഷ്പ ജംഗ്ഷൻ എന്നറിയപ്പെടുന്ന ജംഗ്ഷൻ, ആ ജംഗ്ഷനിലാണ് അവിടെ ഒരു ഓഫീസിൽ നിന്നാണ് അൽമനാർ മാസിക പ്രസിദ്ധീകരിച്ചിരുന്നത്. അപ്പോൾ 1950 അൽമനാർ തുടങ്ങുന്നത്. അതിൻ്റെ ഒരു നട്ടെല്ല് എന്ന് പറഞ്ഞ കുഞ്ഞോയ് വൈദ്യരായിരുന്നു. അതിൻ്റെ ഒരു ഭൗതികവും വൈജ്ഞാനികവുമായ നട്ടെല്ല് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പി കെ മൂസ മൗലവി ആയിരുന്നു. പി കെ മൂസ മൗലവി പുളിക്കൽക്കാരനാണ്, പക്ഷെ അദ്ദേഹത്തിന് കോഴിക്കോട്ട് നമ്മൾ അന്ന് തന്നെ ഒരു ബേസ് ഉണ്ടായി വരുന്ന ഒരാളാണ്. അപ്പോൾ മൂസ മൗലവിനെ എഡിറ്റർ ആക്കിയിട്ടാണ് അൽമനാർ തുടങ്ങുന്നത്. അൽമനാർ നിങ്ങൾ കണ്ടു ആരെങ്കിലും? അൽമനാറിൻ്റെ ആദ്യത്തെ ലക്കം അന്ന് എടുത്തു നോക്കിയാൽ മതി. അത് ശരിക്കും ഈജിപ്തിലെ റഷീദിലുള്ള അൽമനാർ ഇറക്കിയെന്ന് അതേപോലെ തന്നെ ആയിരുന്നു. അതിൻ്റെ താഴെയുള്ള റഷീദിലുള്ള ഒരു ഹദീസ് നിവേദനത്തിൽ നിന്ന് എടുത്ത് കൊടുത്തൊരു ഫ്രേസ് ഉണ്ട്, അത് അതേ കാലിഗ്രാഫിയിൽ ഇതിലും നമുക്ക് കാണാൻ പറ്റും. അത്രക്കും റഷീദിനെ കൊണ്ട് ഇൻഫ്ലുവൻസ്ഡ് ആയിരുന്നു. അതിൻ്റെ ആദ്യത്തെ ലക്കത്തിൽ പി കെ മൂസ മൗലവി എഴുതിയൊരു പ്രസ്താവന ഉണ്ട്, നമ്മൾ വായിക്കേണ്ട ഒരു പ്രസ്താവനയാണ്. അതായത് ഞങ്ങൾക്ക് ആരോടും വിധേയത്വമല്ല, കിതാബിൻ്റെ സുന്നത്തിൻ്റെ ആശയങ്ങൾ ആരെ മുഖത്ത് നോക്കി ഞങ്ങൾ പറയും, അതിനുവേണ്ടിയാണ് ഇത് ഇറക്കിയത്, അതല്ലാതെ വേറൊരു കക്ഷിത്വമല്ല, ഖുർആനോടും സുന്നത്തിനോടും മാത്രമേ കടപ്പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അൽമനാർ പ്രസിദ്ധീകരിക്കപ്പെട്ടിരുന്ന അവിടെയാണ്. അവിടെ അൽമനാറിൻ്റെ ഒരു ഓഫീസ് ഉണ്ടായി, ഇവിടെ കുഞ്ഞോയ് വൈദ്യർ ഇതുണ്ടായി. അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു പരിസരം ഉണ്ടായി വന്നപ്പോഴാണ് അരീക്കോട്ട് നേരത്തെ NV അബ്ദുസ്സലാം മൗലവി എന്ന് പറഞ്ഞ അന്നത്തെ പിന്നെ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ മുസ്ലിം ലീഗിൻ്റെ ഒക്കെ ഒരു വലിയ നേതാവായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തെ കോഴിക്കോട്ടേക്ക് വിളിച്ചു കൊണ്ടുവന്നിട്ട് ഇവരിവിടെ ഖുർആൻ ക്ലാസ്സുകൾ ആരംഭിക്കുന്നത്. അതായത് ഈ ഇടിയങ്ങര കുറ്റിച്ചിറ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഖുർആൻ ക്ലാസ്സുകൾ നടക്കുന്നത്. അപ്പോൾ ആ ഖുർആൻ ക്ലാസ്സുകളാണ് ഇവിടെ ഒരു മാസ് ബേസ് ഉണ്ടാക്കുന്നത്. കാരണം ഈ ഖുർആൻ ക്ലാസ്സിന് ഇങ്ങനെ സ്ഥിരമായിട്ട് വരുന്ന ആൾക്കാർ അവരാണ് ശരിക്കും ഇസ്ലാഹി പ്രവർത്തകരായി മാറിയത്. ഇതൊക്കെ ഈ ഒരു കാലത്ത് നടക്കുന്ന കാര്യമാണ്. അപ്പോൾ അവരെ ഒരു ഹ്യൂമൻ റിസോഴ്സ് ആയിട്ട് ഉപയോഗിച്ചിട്ടാണ് 1980 കേരള നദുവത്തുൽ മുജാഹിദീൻ എന്ന് പറഞ്ഞിട്ട് KNM എന്ന് പറഞ്ഞ സംഘടന സ്ഥാപിക്കപ്പെടുന്നത്. അപ്പോൾ നേരത്തെ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ മൊയ്തു മൗലവിൻ്റെ ഒക്കെ ഒരു രാഷ്ട്രീയ സർക്കിളിൽ ഇസ്ലാഹി ആശയങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഒരു വ്യവസ്ഥാപിതമായൊരു ജനകീയ പ്രസ്ഥാനം, ഒരു സംഘടനാ രൂപം കൈവരിക്കുന്നത് ശരിക്കും കുഞ്ഞോയ് വൈദ്യരുടെയും മൂസ മൗലവിയുടെയും NV അബ്ദുസ്സലാം മൗലവിയുടെ ഒക്കെ പ്രവർത്തനങ്ങളിലൂടെയാണ്. അതുകൊണ്ട് ഈ ഭാഗത്തുള്ള ആൾക്കാരൊക്കെ NV അബ്ദുസ്സലാം മൗലവിയുടെ ഖുർആൻ സ്റ്റുഡൻസ് ആയിരുന്നു. അന്നത് ഭയങ്കര പുതുമയായിരുന്നു. ഈ ഖുർആൻ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായി വിമർശിക്കപ്പെട്ടിരുന്ന ഒരു സാധനമാണ്. ഈ ഖുർആൻ ക്ലാസ്സിലാക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ ആക്ഷേപങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഇതിനെ പറ്റിയാണ്. നിങ്ങളിവിടെ പിന്നെ ഇടിയങ്ങരെന്ന് ജസ്റ്റ് ഒന്ന് നടന്നാലെത്തുന്ന സ്ഥലമാണ് മിഷ്കാത്തുൽ ഹുദ മദ്രസ എന്ന് പറയുന്നത്. മിഷ്കാത്തുൽ ഹുദ മദ്രസ, മിഷ്കാത്തുൽ ഹുദ എന്നുള്ള പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. 1934 അരീക്കോട്ട് NV അബ്ദുസ്സലാം മൗലവി ആരംഭിച്ച മദ്രസൻ്റെ പേരാണ് മിഷ്കാത്തുൽ ഹുദ. മിഷ്കാത്തുൽ ഹുദ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു മാസിക നടത്തിയിരുന്നു. അബ്ദുസ്സലാം മൗലവിൻ്റെ സ്റ്റുഡൻസ് അദ്ദേഹത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് വളരെ നേരത്തെ ആരംഭിച്ച മദ്രസയാണ് മിഷ്കാത്തുൽ ഹുദ. എനിക്ക് തോന്നുന്നത് KNMൻ്റെ വിദ്യാഭ്യാസ ബോർഡിൽ ആദ്യം രജിസ്റ്റർ ചെയ്യപ്പെട്ട ഒന്നാമത്തെ രജിസ്റ്റർ നമ്പറായി രജിസ്റ്റർ ചെയ്യപ്പെട്ട മദ്രസയാണത്. ആ മദ്രസ പ്രസ്ഥാനം നമ്മൾ ഇന്ന് പറയുന്ന തരത്തിലുള്ള മദ്രസകൾ അത് ആദ്യം വളരെ തുടക്കത്തിലുള്ള മദ്രസകളിൽ ഒന്നാണ്. അപ്പോൾ ഇതൊക്കെ കേരളത്തിലെ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ശരിക്കും KNMൻ്റെ ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഹിസ്റ്റോറിക്കൽ സൈറ്റിലാണ് ശരിക്കും നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ആൾക്കാർ കോഴിക്കോട്ട് ഓരോ ആവശ്യത്തിന് വരും, പാളയത്ത് എന്തെങ്കിലുമൊക്കെ ആവശ്യം ഉണ്ടാകും, ഒരു ജുമുഅക്ക് അവിടെ കയറും, അവിടുന്ന് ഈ ആശയങ്ങൾ കേൾക്കും, അതുമായിട്ട് നാട്ടിലേക്ക് തിരിച്ചു പോകും. ആ നിലക്ക് ഇസ്ലാഹി പ്രബോധനത്തിൻ്റെ എല്ലാ അർത്ഥത്തിലുള്ള ഒരു കേന്ദ്രമായിട്ട് നിന്നൊരു പള്ളിയാണത്. വളരെ പ്രഗത്ഭരായ ഒരുപാട് പണ്ഡിതന്മാർ കുത്തുനിർവഹിച്ച പള്ളിയാണ്. പിന്നെ പട്ടാളപ്പള്ളി നിങ്ങൾക്ക് അറിയായിരിക്കും, ടിപ്പുവിൻ്റെ പട്ടാളക്കാർക്ക് നിസ്കരിക്കാണ്ടാക്കിയ പള്ളിയാണെന്നാണ് അതിനെപ്പറ്റി പൊതുവിൽ മനസ്സിലാക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് ആ പേര് വന്നത്. അപ്പോൾ അതായത് ടിപ്പുവിൻ്റെ കാലം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ നിർമ്മിക്കപ്പെട്ട ഒരു പള്ളിയായിരിക്കും ടിപ്പു മലബാർ ഭരിക്കണ കാലത്ത്.
പിന്നെ നമ്മളീ പറയുന്ന ഒരു ഇസ്ലാഹി പ്രസ്ഥാനം കോഴിക്കോട്ട് സജീവമായി തുടങ്ങുന്ന സമയത്ത് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പള്ളികളിൽ ഒന്നാണ്. അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഈ LIC ഇല്ലേ, ഈ LIC ബിൽഡിംഗ് നിൽക്കുന്ന സ്ഥലത്തായിരുന്നു ബ്രിട്ടീഷുകാരെ ഹജൂർ കച്ചേരി. നമ്മൾ ഇന്നത്തെ ഭാഷയിൽ ഒരു സിവിൽ സ്റ്റേഷൻ എന്നൊക്കെ പറയാം. അത് അവരെ കോടതി, ബാക്കി ഓഫീസ്, റവന്യൂ ഇടപാടുകൾ, ഒരു ഭരണസിരാകേന്ദ്രം ഇവിടെയാണ്. അപ്പോൾ അതിന് തൊട്ടൊരു പള്ളി ഉണ്ടാകുമ്പോൾ ആ പള്ളിക്ക് കൈവരുന്നൊരു വിസിബിലിറ്റിയും പ്രാധാന്യവും നമുക്ക് ഊഹിക്കാമല്ലോ. പിന്നെ അന്നത്തെ ഒരു കോഴിക്കോട്ടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഈ ഏരിയകൾ കേന്ദ്രീകരിച്ചാണ്. നമ്മളീ പറയുന്ന മിഠായിത്തെരുവ്, ഇതിലെങ്ങനെ അപ്പുറത്തേക്ക് വലിയങ്ങാടി, ഈ ഭാഗം പാളയം, പിന്നെ നമ്മൾ നേരത്തെ കടന്നു വന്ന കോർട്ട് റോഡ്, ആ ഒരു ഏരിയ ഉണ്ടല്ലോ. അപ്പോൾ അതെല്ലാം അന്നത്തെ കോഴിക്കോടിൻ്റെ അന്ന് കോഴിക്കോട് എന്ന് പറഞ്ഞാൽ അതാണ്. നമ്മളീ പറയുന്ന മാവൂർ റോഡ്, പുതിയ കോഴിക്കോട് പിന്നെ അങ്ങോട്ട് വികസിച്ചുണ്ടാവുന്ന ഒരു സംഭവമാണല്ലോ. നമ്മളത് നേരത്തെ പറഞ്ഞ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിൻ്റെയും മൊയ്തു മൗലവിൻ്റെ ഒക്കെ ഒരു പ്രവർത്തന സിരാകേന്ദ്രം ഇതാണ്. നമ്മൾ നേരത്തെ പോന്നപ്പോൾ പറഞ്ഞില്ല, അല്ലമീൻ അവിടെ നിന്നാണ് അടിച്ചിരുന്നതെന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ ഈ പള്ളി ഒരു 1940 കൂടി ഇവിടുത്തെ ഈ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിൻ്റെയും മൊയ്തു മൗലവിൻ്റെ ഒക്കെ പ്രവർത്തനങ്ങളിലൂടെ അങ്ങനെ ഇസ്ലാഹി ആശയങ്ങൾ സ്പ്രെഡ് ചെയ്തിട്ട് ഈ പള്ളി അതിൻ്റെ ഒരു കേന്ദ്രമായിട്ട് മാറുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് പറയുന്നൊരു ഇസ്ലാഹി രീതിയിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ട ഏറ്റവും ആദ്യത്തെ പള്ളികളിലൊന്നാണ് ശരിക്കും പട്ടാള പള്ളി എന്ന് പറയുന്നത്. കാരണം അതിൻ്റെ പ്രവർത്തകർ എന്നൊക്കെ പറഞ്ഞാൽ മിക്കവാറും ഈ കോൺഗ്രസ്സുകാരും ഇവരുടെ സുഹൃത്തുക്കളും സഹപ്രവർത്തകരൊക്കെ ആയിരുന്നു. അപ്പോൾ പട്ടാളപ്പള്ളി നേരത്തെ തന്നെ ഇപ്പം 1921 മലബാർ സമരത്തിന് ശേഷം അബ്ദുറഹ്മാൻ സാഹിബിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ടല്ലോ. അപ്പോൾ ഇവിടെയാണ് കോടതി, ഇവിടെയാണ് ഹാജരാക്കുന്നത്. അപ്പം അതിലാണ് ഈ ഭയങ്കര ലെജൻഡറി ആയിട്ട് നറേറ്റ് ചെയ്യപ്പെടുന്ന ആ സംഭവം ഉണ്ടാവുന്നത്. ഈ കോടതി വിചാരണൻ്റെ ഇടയിൽ ലോറുവാങ്ക് പട്ടാളപ്പള്ളിയിൽ നിന്ന് വിളിച്ചപ്പോൾ അബ്ദുറഹ്മാൻ സാഹിബ് എനിക്ക് നിസ്കരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ ബ്രിട്ടീഷുകാരൻ ഇത് കോടതിയാണ് എന്നെല്ലാം പറഞ്ഞ് പിന്നെ ദേഷ്യം പിടിച്ചപ്പോൾ ഇത് നിസ്കരിച്ചേ പറ്റുള്ളൂ എന്നെല്ലാം പറഞ്ഞ ആ ഒരു ഡയലോഗൊക്കെ ഉണ്ടാവുന്നതും 1940 പള്ളി ഇങ്ങനെ ആയപ്പോൾ, അതായത് മൊയ്തു മൗലവിൻ്റെ കേന്ദ്രമാണ്. മൊയ്തു മൗലവി എപ്പോഴും അവിടെ ഉണ്ടാവുക, ജുമുഅക്ക് അവിടെ ഉണ്ടാവുക, നിസ്കാരങ്ങളിൽ അവിടെ ഉണ്ടാവുക, എപ്പോഴും ആ സമയത്ത് ഉണ്ടാവുക. ഇവിടെ നിന്നാണ് മൊയ്തു മൗലവി ആ തമാശ പറയുന്നത്. ഇവരെ സലഫി പ്രസ്ഥാനം ആദ്യകാല ചരിത്രം എന്ന് പറഞ്ഞ ബുക്കിലൊരു തമാശ പറയുന്നുണ്ട്. ഈ ഒരിക്കൽ മുമ്പ് പട്ടാളപ്പള്ളിയിൽ നിന്ന് നിസ്കരിച്ചിറങ്ങുമ്പോൾ അപ്പുറത്തുനിന്ന് 2 ആൾക്കാരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു എന്നാണ്. ആ പോണ ആളാണ് മൊയ്തു മൗലവി. വളരെ നല്ല മനുഷ്യനാണ്, പക്ഷെ ഹിന്ദുക്കളെ പോലെ എല്ലാ ദിവസവും കുളിക്കും എന്നുള്ളതാണ് പ്രശ്നം എന്ന് പറയുന്നത്. അതായത് അന്നത്തെ മാപ്പിളമാരുടെ ധാരണ എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും കുളിക്കണത് ഇസ്ലാമിക രീതിയല്ല എന്നുള്ളതാണ്. അപ്പം മൊയ്തു മൗലവി അതായത് മിക്കവാറും അവിടെ തന്നെ ഉറങ്ങല്, അവിടെ തന്നെ ഉണ്ടാവല്. അപ്പോൾ ഈ 1940 അബ്ദുറഹ്മാൻ സാഹിബ് പക്ഷേ ജയിലിലാണ്. അതായത് ഈ പള്ളി പൂർണ്ണമായി ഇങ്ങനെ ആവുന്ന സമയത്ത് അദ്ദേഹം ജയിലിലാണ്. അപ്പോൾ അദ്ദേഹം തിരിച്ചു വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ അവസാന മാസങ്ങളിൽ അദ്ദേഹം സ്ഥിരമായി ജുമുഅക്ക് ഉണ്ടായിരുന്ന പള്ളിയാണത്. അന്നത്തെ ഖത്തീബിനെ നിങ്ങളെല്ലാവരും അറിയും, കെ ഉമർ മൗലവി. ഉമർ മൗലവിയാണ് ഇവിടെ ഖുത്തുബയായിട്ട് വരുന്നത്. അപ്പോൾ ആ സമയത്ത് ഉമർ മൗലവിൻ്റെ ഖുത്തുബകൾ ഇവിടെ ഇസ്ലാഹി ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉമർ മൗലവിൻ്റെ ആത്മകഥയിൽ ഉമർ മൗലവി വിശദമായിട്ട് പറയുന്നുണ്ട്. അബ്ദുറഹ്മാൻ സാഹിബ് വിളിച്ചോണ്ടോ എന്നറിഞ്ഞില്ലേ, അവർക്ക് ഖുത്തുബ കഴിഞ്ഞിട്ട് നിങ്ങൾ മൗലവി നിൻ്റെ കൂടെ വീട്ടിലേറ്റം വരണം എന്ന് പറഞ്ഞ് മൗലവിന് വീട്ടിലേക്ക് അല്ലമീൻ ലോഡ്ജിൽ കൊണ്ടുപോയി ഭക്ഷണമൊക്കെ കൊടുത്ത്, എന്നിട്ട് നിങ്ങളെന്താ അങ്ങനെ ലീഗ് ആവണത്, കോൺഗ്രസ് അല്ലേ ആവേണ്ടത് എന്നൊക്കെ ചോദിച്ച്. അപ്പോൾ ഉമർ മൗലവി ഭയങ്കര ലീഗുകാരനാണ്, കാരണം കെ മൗലവിൻ്റെ ശിഷ്യനാണ്. അപ്പോൾ ഓര് തമ്മിൽ നടക്കുന്ന ഒരു സംവാദമൊക്കെ ഉമർ മൗലവി അതിൽ അതേപോലെ നറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഉമർ മൗലവി ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ അന്ന് അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു, കാരണം ഞാനന്ന് ചെറിയൊരു കുട്ടിയാണ്. അബ്ദുറഹ്മാൻ സാഹിബ് എന്ന് പറഞ്ഞാൽ കേരളം മുഴുവൻ ആദരിക്കുന്ന ഒരു നേതാവാണ്. പക്ഷേ ഞാനിങ്ങനെ ഉണ്ടല്ലോ ഉരുളക്കുപ്പേരി പോലെ അതിന്, അതായത് നമ്മൾ അന്നത്തെ ഇസ്ലാഹി പ്രസ്ഥാനത്തിൽ എല്ലാവരും ഇസ്ലാഹി ആശയക്കാരായിരിക്കെ തന്നെ ഈ രാഷ്ട്രീയമായി പരസ്പര അഭിപ്രായ വ്യത്യാസങ്ങളും സംവാദങ്ങളൊക്കെ ഉണ്ടാവുന്നതിൻ്റെ ഒരു ഇതും കൂടിയാണത്. കോഴിക്കോട്ട് നമ്മൾ ഇസ്ലാഹി പ്രസ്ഥാനമായിട്ട് ബന്ധപ്പെട്ട കുറേ ചരിത്ര പരാമർശങ്ങൾ നമ്മൾ നടത്തി. ഇവിടെ ശരിക്കും ഐക്യസംഘത്തിൻ്റെ ഒരു വാർഷിക സമ്മേളനം നടക്കുന്നുണ്ട്. മുസ്ലിം ഐക്യസംഘം എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, അതാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ആദ്യത്തെ ഒരു സംഘടിത രൂപം. അപ്പോൾ കൊടുങ്ങല്ലൂർ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിച്ചിരുന്നത്. പക്ഷേ കേരളത്തിൻ്റെ പല ഭാഗത്തും വാർഷിക സമ്മേളനം നടത്തിയിട്ട് അവിടങ്ങളിലൊക്കെ ഈ ആശയം എത്തിക്കാനുള്ള ശ്രമങ്ങൾ അതിൻ്റെ നേതാക്കൾ നടത്തിയിരുന്നു. അപ്പോൾ 1922 ഐക്യസംഘം ഉണ്ടാവുന്നത്. 1925 കോഴിക്കോട്ട് വെച്ചിട്ടാണ് ഐക്യസംഘത്തിൻ്റെ വാർഷിക സമ്മേളനം നടക്കുന്നത്. അപ്പോൾ അത് കോഴിക്കോട്ടൊരു മുസ്ലിം പൊതുമണ്ഡലത്തിൽ ഭയങ്കരമായ കോളിളക്കങ്ങൾ ഉണ്ടാക്കിയൊരു സംഭവമായിരുന്നു. കാരണം ഒരു സലഫി വഹാബി കൂട്ടായ്മ എന്നുള്ള നിലക്ക് വമ്പിച്ച എതിർപ്പുകളാണ്. കാരണം അന്ന് ആ രീതിയിലൊന്നും ഇവിടെ പിന്നെ ഇസ്ലാഹി പ്രസ്ഥാനം പരിചിതമായിട്ടില്ല. അപ്പോൾ വലിയ തോതിലുള്ള എതിർപ്പുകളാണ് ഉണ്ടായത്. ഈ ഹിമായത്തുൽ ഇസ്ലാം സഭയല്ലേ, ഹിമായത്തുൽ ഇസ്ലാം സഭൻ്റെ ഹാളിൽ വെച്ചിട്ട് ഈ ഐക്യസംഘം വാർഷിക സമ്മേളനത്തിന് മുമ്പ് തന്നെ ദിക്കോലത്തിൽ ഒച്ചപ്പാടായപ്പോൾ
ഇതിനെപ്പറ്റിയുള്ള കുറേ ചർച്ചകൾ, അതായത് ഇവിടുത്തെ മുസ്ലിം പൗരപ്രമുഖരും ഐക്യസംഘത്തിൻ്റെ ആൾക്കാരും തമ്മിലുള്ള ചർച്ചകൾ, അതായത് ഈ സമ്മേളനം ഇവിടെ നടത്താൻ സമ്മതിക്കാൻ പാടുണ്ടോ പാടില്ല എന്നുള്ളതാണ് അന്നത്തെ പ്രശ്നം. അപ്പോൾ KM സീതി സാഹിബാണ് അതിൽ വളരെ കാര്യമായി സംസാരിക്കുന്ന ഒരാൾ. അതായത് ഐക്യസംഘത്തിൻ്റെ പ്രതിനിധി എന്നുള്ള നിലക്ക് ഐക്യസംഘത്തിൻ്റെ ആശയങ്ങൾ ഡിഫെൻഡ് ചെയ്ത് സംസാരിക്കുന്ന ഒരാൾ അദ്ദേഹമാണ്. അതേപോലെ EK മൗലവി. അതെല്ലാം അതാണ് ഒരു സംഭവം. അതാണ് സത്യത്തിൽ നമ്മൾ വളരെ വസ്തുനിഷ്ഠമായി നോക്കിയാൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറഞ്ഞൊരു സംഘടനാ രൂപീകരണത്തിനെ പ്രവോക്ക് ചെയ്തത്, അതിന് പ്രചോദനം കൊടുത്തത് കോഴിക്കോട്ടെ ഐക്യസംഘത്തിൻ്റെ വാർഷിക സമ്മേളനമാണ്. കാരണം അതുവരെ ഇത് മലബാറിൽ ഇതിന് അത്ര വിസിബിലിറ്റി ഇല്ല. അത് കോഴിക്കോട്ടേക്ക് ഒരു വരവ് കൊണ്ട് വന്നു, ഈ ചർച്ചകളൊക്കെ നടന്നു, അവസാനം ഇത് നടത്താം എന്ന് ഇവിടുത്തെ പൗരപ്രമാണികൾ തീരുമാനിച്ചു, അത് നടന്നോട്ടെ എന്ന് വെച്ചു. അങ്ങനെ ഐക്യസംഘം വാർഷിക സമ്മേളനം നടന്നു, അതിലൊരുപാട് പ്രസംഗങ്ങൾ നടന്നു. അതിനോടുള്ളൊരു റെസ്പോൺസ് ആയിരുന്നു. കോഴിക്കോട് വെച്ചിട്ടാണല്ലോ സമസ്ത ഉണ്ടാവുന്നത്. ടൗൺ ഹാളില്ലേ, ടൗൺ ഹാളിലാണ് 1926 സമസ്ത ഉണ്ടാക്കാനുള്ള, സമസ്ത പ്രഖ്യാപിക്കപ്പെടുന്ന അവിടെ വെച്ചിട്ടാണ്. ടൗൺ ഹാൾ അന്നേ ഉണ്ട്, ജൂബിലി ഹാൾ എന്നാണ് അന്ന് ബ്രിട്ടീഷ് മലബാറിൽ അത് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ ആ നിലയ്ക്ക് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയൊരു സാധനമാണത്. പിന്നെ നമ്മളീ പറഞ്ഞ കുഞ്ഞോയ് വൈദ്യരെ അവിടെ കേന്ദ്രീകരിച്ചുകൊണ്ട് പിന്നെ ഈ ഖുർആൻ ക്ലാസ്സും കാര്യങ്ങളൊക്കെ നടന്നതിന് ശേഷം അവിടെ തന്നെ KNMൻ്റെ ഒരു ഓഫീസ് ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഈ മുജാഹിദ് സെൻ്ററൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് KNMൻ്റെ ആദ്യത്തെ ഓഫീസ് അവിടെയാണ്, കുഞ്ഞോയ് വൈദ്യരെ വൈദ്യശാലനോട് തൊട്ട് തന്നെ, നമ്മൾ നേരത്തെ പറഞ്ഞ ഫ്രാൻസിസ് റോഡിൽ തന്നെ ഉണ്ടായിരുന്നത്. അവിടെ കുറേ കാലം വർക്ക് ചെയ്തിരുന്നു. ഇപ്പോൾ നമ്മളൊക്കെ മുതിർന്ന പല ആൾക്കാരോട് നിങ്ങൾ ചോദിച്ചാൽ മതി, ആ ഓഫീസ് കണ്ട ആൾക്കാരുണ്ട്, അവിടെ ജോലി ചെയ്ത ആൾക്കാരുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ശരിക്കും ഒരു സ്വന്തമായിട്ട് ഇൻട്രസ്റ്റ് എടുത്ത് ഒരു ക്യൂരിയോസിറ്റിയോട് കൂടി അന്വേഷിക്കാവുന്ന കാര്യങ്ങളാണ്. വളരെ പരിമിതമായ സൗകര്യങ്ങളുള്ള ഒരു പഴയ ഒരു കെട്ടിടത്തിൻ്റെ മുകളിൽ നിലയിൽ അങ്ങനെ ഉണ്ടല്ലോ, ഒരു അങ്ങനത്തെ ഒരു സൗകര്യങ്ങളും ഇല്ലാത്ത എല്ലാ പരാധീനതകളും ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണത്. അപ്പോൾ നമ്മളെ പഴയ AP അബ്ദുൽ ഖാദർ മൗലവി, KP മുഹമ്മദ് മൗലവി, അവരൊക്കെ കോഴിക്കോട്ട് നെതുവത്തിൻ്റെ പ്രവർത്തനങ്ങളായിട്ട് ബന്ധപ്പെട്ട് ആദ്യം അവിടെ കേന്ദ്രീകരിച്ചിട്ടാണ്, ആ ഓഫീസ് കേന്ദ്രീകരിച്ചിട്ടാണ് പ്രവർത്തിക്കുന്നത്. KP മുഹമ്മദ് മൗലവി KNMൻ്റെ ജനറൽ സെക്രട്ടറി ആയി. KNM അതിൻ്റെ ഒരു പുതിയ ചരിത്രഘട്ടത്തിലേക്ക് പ്രവേശിച്ചു. ISM, MSM, MGM, നമ്മൾ ഇന്ന് കാണുന്ന വളരെ വ്യവസ്ഥാപിതമായൊരു മുജാഹിദ് പ്രസ്ഥാനം, അതിന് സംസ്ഥാനത്തുടനീളം ശാഖകൾ, അതൊക്കെ ഉണ്ടായതിന് ശേഷം ഉണ്ടായൊരു മുജാഹിദ് സെൻ്ററാണത്. പിന്നെയാണ് നമ്മൾ മറ്റേ CD ടവറിലുള്ള മുജാഹിദ് സെൻ്റർ നമ്മൾ പുതിയ ഓഫീസ് തുറക്കുന്നതും നമ്മളെ പ്രവർത്തനങ്ങൾ കാര്യമായി മിക്കവാറും അങ്ങോട്ട് മാറ്റുന്നതും. അപ്പോൾ നിങ്ങൾ ഒരുപാട് ആൾക്കാർ, ഇത് റെയിൽവേ സ്റ്റേഷന് തൊട്ടടുത്താണ്, ഇവിടെയായിരുന്നു നമ്മളെല്ലാം ഒരു കാലത്ത് വളരെ നിബിഡമായ പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നൊരു സ്ഥലമാണ്. വളരെ ചെറിയൊരു ഓഫീസായിരുന്നു, പക്ഷേ റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങനെ ഇറങ്ങി എല്ലാവർക്കും കയറാം, ഇവിടെ തന്നെ മിക്കവാറും എല്ലാവരും കടന്നുറങ്ങാം, ട്രെയിനിൻ്റെ സമയമാകുമ്പോൾ ഇങ്ങനെ എഴുന്നേറ്റ് പോകും. പക്ഷേ ചെറിയൊരു സ്ഥലത്ത് നല്ല ബർക്കത്തുള്ള പ്രവർത്തനങ്ങൾ നടന്നിരുന്ന ഒരു കേന്ദ്രമാണ് KPൻ്റെ ഓഫീസ്. അതാണ് ശരിക്കും KPൻ്റെ മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ ഇതാണ് എൻ്റെ ബേസ്. നിങ്ങൾ വേണമെങ്കിൽ മുകൾക്ക് ഇങ്ങനെ കയറി നോക്കാവുന്നതാണ്. അങ്ങനെ മുകളിൽ അന്നത്തെ പഴയ ആ റൂമുകളും ഇതൊക്കെ ഉണ്ട്. അതിൻ്റെ ആ രീതിയിലുള്ള അറ്റകുറ്റപ്പണികളും പുതുക്കലുകളൊക്കെ, അന്നത്തെ ഒരുപാട് പുസ്തകങ്ങളും പഴയ ആനുകാലികങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ അതാണ്. പിന്നെ ഇത് ആനി ഹാൾ റോഡ് എന്ന ഈ റോഡിന് പറയാം, ആനി ഹാൾ റോഡ്. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് നിങ്ങൾ ഒരു ബിൽഡിങ് കാണും, തിയോസഫിക്കൽ സൊസൈറ്റി എന്ന് പറഞ്ഞൊരു ബോർഡ് കണ്ടിട്ടുണ്ടാവും. അവിടെ ആരും ശ്രദ്ധിച്ചണോ? അത് ശരിക്കും കോഴിക്കോടിൻ്റെ ചരിത്രത്തിൽ വളരെ പ്രാധാന്യമുള്ളൊരു സ്ഥലമാണ്. അതുകൊണ്ടാണ് ഈ റോഡിന് ആനി ഹാൾ എന്ന് പറയുന്നത്. ആനി ബസൻ്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതാവായിരുന്നു, ഹോം റൂൾ ലീഗിൻ്റെ ആളായിരുന്നു. അപ്പോൾ ഹോം റൂൾ ലീഗാണ് ശരിക്കും കോഴിക്കോട്ട് ദേശീയ പ്രസ്ഥാനത്തിന് അസ്ഥിവാരം ഇടുന്നത്. അപ്പോൾ അവർ മദിരാശിയിൽ ആനി ബസന്റിന് അവിടെ വലിയ ഒരു ഇതൊക്കെ ഉണ്ടല്ലോ, ക്യാമ്പസും ഒക്കെ ഉണ്ടല്ലോ, ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അവരിൽ ആകൃഷ്ടരായ ചില ആൾക്കാർ കോഴിക്കോട്ട് ഹോം റൂൾ ലീഗ് തുടങ്ങുന്നു. നിങ്ങൾ മഞ്ചേരി രാമയ്യർ എന്ന് കേട്ടണോ? അഡ്വക്കേറ്റ് മഞ്ചേരി രാമയ്യർ എന്ന് പറഞ്ഞ അന്നത്തെ മഞ്ചേരിക്കാരനാണ് അദ്ദേഹം, പക്ഷേ കോഴിക്കോട്ട് വന്നൊരു അഭിഭാഷകനായിട്ട് ഇവിടെ പ്രാക്ടീസ് ചെയ്ത് ഇവിടെ താമസാക്കിയ ഒരാൾ. മഞ്ചേരി സുന്ദരരാജ് നിൽപ്പ് കേട്ടിട്ടുണ്ടാവും, ഒരു വക്കീലുണ്ട്, അദ്ദേഹത്തിൻ്റെ ഗ്രാൻഡ് സണ്ണോ മറ്റോ ആണത്. അദ്ദേഹം എപ്പോഴും ഇവിടെ താമസിക്കുന്നുണ്ട്. അവരെ വീട് ഇവിടെയായിരുന്നു. അവർ ആനി ബസന്റിന് കൊടുത്തതാണ് ഈ സ്ഥലം. ആനി ബസന്റ് പൊളിറ്റിക്സിലുള്ളതുപോലെ തന്നെ ആത്മീയതയുടെ മണ്ഡലത്തിലുണ്ടായിരുന്ന ഒരാളാണ്. ഈ തിയോസഫിക്കൽ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ അവർ സ്ഥാപിച്ചൊരു കാര്യമാണ്. പഴയ ഭൗതികവാദിയാണ് ആൾ. ആനി ബസന്റ് ഭയങ്കര ഫേമസ് ആണ് കേട്ടോ. ഒരു ഘട്ടത്തിൽ സോഷ്യലിസ്റ്റ് ആയിട്ടുണ്ട്, ഫെമിനിസ്റ്റ് ആയിട്ടുണ്ട്, ഇങ്ങനെ കുറേ രൂപാന്തരങ്ങൾ. ഇന്ത്യക്കാരല്ലല്ലോ ആള്, ഒരു ഐറിഷ് ലേഡിയാണ്, ഒരു ഐറിഷ് ഇൻ്റലക്ച്വലാണ്. അവർ പിന്നെ ഇന്ത്യക്ക് വന്നതാണ്. എന്നിട്ട് ഇവിടുത്തെ ഹിന്ദു മതത്തിലൊക്കെ ആകൃഷ്ടരായി. പിന്നെ ഒരു ഹിന്ദു സ്പിരിച്വാലിറ്റി, അതാണ് ഈ തിയോസഫിക്കൽ സൊസൈറ്റി ഒക്കെ ഉണ്ടാക്കിയത്. അതിൻ്റെ കൂടെ പിന്നെ കോൺഗ്രസ്സിലും കൂടി ആകൃഷ്ടരായി വന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യകാല ആനി ബസന്റിൻ്റെ ശിഷ്യന്മാരൊക്കെ കുറേ ഒരു ഹിന്ദു സന്യാസത്തിലൊക്കെ താല്പര്യമുള്ള ആ ടൈപ്പ് ആൾക്കാരാണ്. അവരാണ് ഇവിടെ ഹോം റൂൾ ലീഗൊക്കെ ഉണ്ടാക്കിയത്. പിന്നെയാണ് നമ്മളെ ആൾക്കാർ വേറൊരു തലത്തിൽ ദേശീയ പ്രസ്ഥാനമായിട്ടുള്ള ബന്ധങ്ങൾ സ്ഥാപിക്കുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും നടന്നിരുന്നത് ഇവിടെയാണ്. ഈ തിയോസഫിക്കൽ സൊസൈറ്റിയുടെ ഓഫീസ് നമ്മൾ കാണുന്ന ആ ബിൽഡിങ്ങിലും അതിൻ്റെ തൊട്ടിപ്പുറത്തുള്ള മഞ്ചേരി രാമയ്യരുടെ വീട്ടിലുമാണ്. അപ്പോൾ അവിടെ
നമ്മളെ പഴയ ആൾക്കാർ ഈ കെ മൗലവിയൊക്കെ ഹോം റൂൾ ലീഗിൻ്റെ യോഗങ്ങളിൽ പ്രസംഗിക്കുന്നുണ്ട്, മൊയ്തു മൗലവി പ്രസംഗിക്കുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ ഒരു എന്താണ് കാലടിപ്പാടുകളുള്ള ഒരു സ്ഥലമാണത്. ആ നിലക്ക് ഈ ചരിത്രം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഈ പറയുന്ന ചരിത്രം എന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രമല്ല, സഹാബിമാരുടെ ചരിത്രമല്ല. അതുകൊണ്ട് തന്നെ ആ നിലക്കുള്ള ഒരു ഇസ്ലാമിക പ്രസക്തി അതിനില്ല ശരിക്ക്. കാരണം വഹീൻ്റെ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നുപോയ ഒരു ജീവിതവും അത് കണ്ട് സഹാബിമാർ പഠിച്ചത് അതല്ലല്ലോ. പക്ഷേ ഈ ചരിത്രത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ വളരെ അവരിൽ നിന്നൊക്കെ കാലം കൊണ്ട് വളരെ റിമൂവായ നമ്മളെപ്പോലെയുള്ള സാഹചര്യങ്ങളിൽ നമ്മളെപ്പോലുള്ളൊരു നാട്ടിൽ ജീവിച്ച ആൾക്കാർ അവരുടെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഇവിടെ ഇസ്ലാം പ്രചരിപ്പിക്കാനും ആൾക്കാർക്ക് ദീൻ ഉണ്ടാക്കാനൊക്കെ നടത്തിയ അധ്വാനങ്ങളുടെ ബാക്കി പത്രങ്ങളാണ് ശരിക്കും നമ്മൾ ഈ കാണുന്നതൊക്കെ. അതിനോട് ശരിക്കും നമ്മൾക്ക് കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റും. കാരണം വളരെ റീസെൻ്റായി നമ്മളെപ്പോലുള്ളൊരു കാലത്ത് നമ്മളെപ്പോലുള്ളൊരു സാഹചര്യത്തിലൊക്കെ ജീവിച്ച മനുഷ്യന്മാരാണ്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾക്ക് ഒരുപാട് പ്രചോദനവും ആവേശവും ഉൾക്കൊള്ളാനുണ്ട്. നമ്മളെന്താ വെച്ചാൽ നമ്മൾ ഇന്ന് കാണുന്ന സൗകര്യങ്ങളും ഇന്ന് കാണുന്ന എല്ലാ സംവിധാനങ്ങളും എന്നുള്ള കാലത്തല്ല ഓരോ ശരിക്കും ഈ ദീനീ പ്രവർത്തനമൊക്കെ നടത്തുന്നത്. ഒരുപാട് പ്രയാസങ്ങളെ നടുവിൽ നിന്നിട്ടാണ്. പക്ഷേ ആ അധ്വാനങ്ങളെ ഫലങ്ങളാണ് ശരിക്കും നമ്മളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് ജീവിതത്തിൽ നമ്മളെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അള്ളാൻ്റെ തൃപ്തി നേടിയെടുക്കുക എന്നുള്ളൊരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരിക്കണ്ടല്ലോ. നമ്മളെ ശരിക്ക് ഇപ്പോൾ പഴയ മുജാഹിദ് സെൻ്ററിൻ്റെ ഉള്ളിൽ കയറി ഇരിക്കുന്നു. നമ്മളൊക്കെ MSMമാരാണ്. MSMൻ്റെ വലിയൊരു സമ്മേളനം കോഴിക്കോട്ട് വരുന്നു. നമ്മളൊക്കെ അതിൻ്റെ ആവേശത്തിലാണ്. ഈ ഒരു ബ്ലെസ്സിങ് എന്ന് പറയുന്നത് ശരിക്കും നമ്മൾക്ക് മനസ്സിലാവാത്തതുകൊണ്ടാണ് അതിൻ്റെ ഒരു വലുപ്പം എന്ന് പറയുന്നത്. കാരണം മിക്കവാറും മുജാഹിദ് കുടുംബങ്ങളിൽ ജനിക്കുന്നു. നമ്മളെ പേരൻസ് അങ്ങനെയാണ്. എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല, മിക്കവാറും അങ്ങനെയാണ്. നമ്മളുടെ വീട്ടിൽ നിന്ന് തന്നെ അങ്ങനെ അന്തരീക്ഷം കിട്ടുന്നു. നമ്മളിങ്ങനത്തെ ഒരു കൂട്ടായ്മയിലേക്ക് സ്വാഭാവികമായി കണക്റ്റഡ് ആവുന്നു. നമ്മളിങ്ങനെ സമ്മേളനങ്ങൾക്ക് പോകുന്നു, പരിപാടികൾക്ക് പോകുന്നു, ഈ ചരിത്രങ്ങളൊക്കെ നമ്മൾക്ക് കേൾക്കുന്നു. നമ്മൾക്ക് ഇങ്ങനെ ഒരു ഐഡൻറ്റിറ്റി കോൺഷ്യസ്നെസ് ഉണ്ടാവുന്നുണ്ട്. ഇത് ശരിക്കും വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അതായത് നമ്മളെ ഹിദായത്തിൽ ഉറപ്പിച്ച് നിർത്തുന്നതിൽ, ഇസ്ലാമിൽ ഉറപ്പിച്ച് നിർത്തുന്നതിൽ, നമ്മൾക്ക് ദീനിനോടൊരു ഇഷ്ടം ഉണ്ടാക്കുന്നതിൽ ഇതൊക്കെ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. നമ്മളൊരു സെൻസ് ഓഫ് ബിലോങ്ങിങ് ഉണ്ടല്ലോ. ഞാനൊരു MSMകാരനാണെങ്കിൽ അല്ലെങ്കിൽ ഞാൻ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാണെന്ന് പറയുന്നത് നമ്മളെ സംരക്ഷിക്കുന്നതിൽ ശരിക്കും വളരെ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അത് പലപ്പോഴും നമ്മളതില്ലാത്ത സാഹചര്യങ്ങളിലെ ആൾക്കാരെ കാണുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുക. സാധാരണ നമ്മളിങ്ങനെ നമ്മളുടെ നടക്കുമ്പോൾ നമ്മൾക്ക് ചിലപ്പോൾ അതിൻ്റെ ഒരു വില മനസ്സിലാവില്ല. ഇതൊന്നും ഒരിക്കലും കിട്ടിയിട്ടില്ലാത്ത മനുഷ്യന്മാർ, അതായത് 5 നേരം നിസ്കരിക്കണമെന്നോ ജമാഅത്തിന് പള്ളിക്ക് പോകണമെന്നോ ജുമുഅക്ക് നേരത്തിന് എത്തണമെന്നോ എന്നുപോലും ബോധമില്ലാത്ത കുറേ മുസ്ലിം കുട്ടികളുണ്ട്. നമ്മളങ്ങനെ അല്ലാത്തൊരവസ്ഥയിൽ എത്തിപ്പെട്ടത് ഈ പ്രവർത്തനങ്ങളുടെയൊക്കെ ഫലമായിട്ടാണ്. അപ്പോൾ നമ്മൾക്ക് എന്താ വെച്ചാൽ ഞാനൊക്കെ പലപ്പോഴും വിചാരിക്കാറുണ്ട്, ഈ അങ്ങനെ ഉണ്ടല്ലോ ഈ എന്താണ് ഒരു MSM പ്രവർത്തനാവേശം അല്ലെങ്കിൽ ഒരു സംഘടനാവേശമൊക്കെ ഉണ്ടാക്കിയ എൻ്റെ മനസ്സിലൊക്കെ ഉണ്ടാക്കിയ ഒരുപാട് ഘടകങ്ങളിൽ ഒന്ന് എന്ന് പറഞ്ഞാൽ എൻ്റെ വല്യമ്മ പഴയ കഥകൾ ഇങ്ങനെ പറയുമായിരുന്നു. ഈ പണ്ടത്തെ കഥകൾ. വല്യമ്മാൻ്റെ ജ്യേഷ്ഠത്തിനെ കല്യാണം കഴിച്ചിരുന്ന NV അബ്ദുസ്സലാം മൗലവിൻ്റെ സഹോദരനാണ്. അപ്പോൾ അവിടുത്തെ കഥകൾ വല്യമ്മ ഇങ്ങനെ പറയും. അതിങ്ങനെ ഓരോ അരമണിക്കൂർ കൂടുമ്പോഴും മൗലവിൻ്റെ കാര്യങ്ങളും ഒരു ലെജൻഡ് എന്നുള്ളവർക്ക് വല്യമ്മ അതിങ്ങനെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കും. മൗലവി ജീവിച്ചിരിക്കുന്ന സമയമാണ്, ഇവരുടെ ജീവിതത്തിൻ്റെ അവസാന കാലമാണ്. പക്ഷെ അത് നമ്മളിൽ ഉണ്ടാക്കുന്ന ഒരു ഇതുണ്ടല്ലോ. കാരണം വല്യമ്മ അതിങ്ങനെ പറയുമ്പോൾ നമ്മൾക്ക് കുടുംബപരമായി കണക്ട് ചെയ്യാവുന്ന, ഒരു നാട്ടുകാരെന്നുള്ളവർക്ക് കണക്ട് ചെയ്യാവുന്ന അത്രയും അങ്ങനത്തെ ഒരു കഥ കേൾക്കുമ്പോൾ നമ്മളെ മനസ്സിലിങ്ങനെ ഉണ്ടാവണേ നമ്മളെന്താവണം എന്നുള്ളതിനെ പറ്റിയുള്ളൊരു ബോധം. അതേപോലെ A.A. ഹമീദ് കൊച്ചി എന്ന് പറഞ്ഞിട്ട് ഉമർ മൗലവിൻ്റെ ഒരു സഹപ്രവർത്തകൻ ഉണ്ടായിരുന്നു. അദ്ദേഹം എഴുതിയ ഇസ്ലാഹി പ്രസ്ഥാനം പിന്നിട്ട പാതകൾ എന്ന് പറഞ്ഞൊരു പുസ്തകം ഉണ്ടായിരുന്നു, യുവത ഇറക്കിയ. നമ്മളെ മുഹമ്മദ് കുട്ടശ്ശേരി എഴുതിയ ഇസ്ലാഹി പ്രസ്ഥാനം ചരിത്രത്തിനൊരു ആമുഖം എന്ന് പറഞ്ഞൊരു ബുക്ക് ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ മൊയ്തു മൗലവിൻ്റെ സലഫി പ്രസ്ഥാനം, ആദ്യകാല ചരിത്രം, ഒക്കെ ഒരു സ്കൂൾ പ്രായത്തിൽ വാപ്പാൻ്റെ കളക്ഷനിലുള്ളതുകൊണ്ട് എളുപ്പത്തിൽ വായിക്കാവുന്ന പുസ്തകങ്ങളായതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഒരുപാട് വട്ടം ഞാൻ ഈ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്. 1-2 വട്ടമൊന്നുമല്ല, ഒരു ആവേശം കയറിയിട്ട് അങ്ങനെയുണ്ടല്ലോ. ഈ ഒരു നറേറ്റീവ് കാണുമ്പോൾ അതിലിങ്ങനെ ആവേശം കയറിയിട്ട് ഒരുപാട് തവണ വായിച്ചിട്ടുണ്ട്. ശരിക്കും ആ ചരിത്രം ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് ഭയങ്കരമാണ്. അതായത് നമ്മളെ ഇതേപോലുള്ളൊരു കർമ്മമണ്ഡലത്തിലേക്ക് പ്രചോദിപ്പിക്കുന്നതിൽ അതുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് വളരെ വലുതാണ്. അപ്പോൾ നമ്മൾ ചരിത്രം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന അടുത്ത് പരലോകത്ത് രക്ഷപ്പെടാൻ ഞാൻ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകനായിരുന്നു, മുജാഹിദ് പ്രസ്ഥാനത്തിന് ഭയങ്കര ചരിത്രം ഉണ്ടായിരുന്നു നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ആ ചരിത്രത്തിന് അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട്, ആ ചരിത്രം എന്ന് പറഞ്ഞാൽ അതിൽ കുറേ ബഹുഭൂരിപക്ഷം ശരിയാണ്, ചിലപ്പോൾ തെറ്റുകളുണ്ടാകും. കാരണം അതൊക്കെ മനുഷ്യന്മാരാണെന്നുള്ളവർക്ക് സ്വാഭാവികമായിട്ടും അവർക്കൊക്കെ അബദ്ധങ്ങളൊക്കെ സംഭവിക്കാം. അവരാ നിലക്ക് വിഗ്രഹവൽക്കരിക്കല്ല, അതാ ഞാൻ പറഞ്ഞത്, നബിയും സഹാബിമാരും അല്ല. പക്ഷേ നമ്മൾക്ക് ഈ സലഫി ആദർശം കിട്ടുന്നതിൽ അവർ വഹിച്ച പങ്ക് വളരെ വലുതാണ്. അപ്പോൾ നമ്മളത് അടുത്ത തലമുറക്ക് നമ്മളത് കൊടുക്കാൻ നമ്മളെന്തൊക്കെ ചെയ്യും എന്നുള്ളതാണ് നമ്മളോട് ചോദിക്കേണ്ട ചോദ്യം. അതിനുള്ള വലിയൊരു അവസരമായിട്ട് MSMൻ്റെ സമ്മേളനത്തിനൊക്കെ ഉപയോഗപ്പെടുത്തി. ഇത് മാത്രമല്ല, ഇപ്പോൾ സലഫി ആശയം
അടുത്ത തലമുറനെ പഠിപ്പിക്കുക. സലഫി ആശയം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സെക്റ്റിൻ്റെ ആശയം എന്നുള്ള ആൾക്കല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ദീൻ അതിൻ്റെ തനിമയിൽ മനസ്സിലാക്കുക എന്നുള്ളതാണല്ലോ നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് പഠിപ്പിക്കുക. ഇപ്പോൾ ഈ നമ്മളീ നാട്ടിൽ പുതിയ ഒരുപാട് ഇൻ്റലക്ച്വൽ ചലഞ്ചസ്, യുക്തിവാദം, അത് ഇത് എന്നെല്ലാം പറഞ്ഞിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ നടന്ന സമയത്തൊക്കെ കണ്ടത് എന്താ ശരിക്ക്? കുറേ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഇതൊക്കെ ആരുണ്ടാക്കിയതാണ്? ഇതൊന്നും യുക്തിവാദികൾ ഉണ്ടാക്കിയല്ല. ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് ആധുനിക വിദ്യാഭ്യാസം കൊടുത്ത യുക്തിവാദികളല്ല. ഇവിടുത്തെ മൗലവിമാരും പണ്ഡിതന്മാരും പഴയകാല മുസ്ലിം നേതാക്കളൊക്കെയാണ്. അപ്പോൾ അവർക്ക് ഇവിടുത്തെ സാമൂഹിക നവോത്ഥാനത്തിലൊന്നും ഒരു പങ്കുമില്ല ശരിക്കും. നമ്മളിത് വളരെ അഭിമാനകരമായൊരു ചരിത്രമാണ്. ആ കോഴിക്കോട് നമ്മളിത് പറയണല്ലേ, സിൽക്ക് സ്ട്രീറ്റ്, അവിടെ തുടങ്ങിയ സാധനമാണ് ഈ JDT ഇസ്ലാം യത്തീംഖാന എന്ന് പറയുന്നത്. അവിടുത്തെ വളരെ പരിമിതമായൊരു സാഹചര്യത്തിൽ അതൊക്കെ നിർവഹിച്ചൊരു ദൗത്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയാൻ വിട്ടുപോയതാണ്. വളരെ വലുതാണ്. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബും സീതി സാഹിബും ഇവരൊക്കെയാണ് അതിന് മുൻകൈ എടുക്കുന്നത്. പഞ്ചാബിൽ നിന്നും പൂനെ നിന്നൊക്കെ ആൾക്കാർ വന്നിട്ട് ഇവിടെ സ്കൂളും യത്തീംഖാനൊക്കെ നടത്തുകയാണ്. അപ്പോൾ നമ്മൾ കേരളത്തിന് കൊടുത്ത കോൺട്രിബ്യൂഷൻ വളരെ വലുതാണെന്നുള്ളൊരു അഭിമാനബോധം ഉണ്ടാവുക. അതിൻ്റെ കൂടെ നമ്മൾ അള്ളാഹിൻ്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് ആ കോൺട്രിബ്യൂഷന് തുടർച്ചകൾ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. പ്രത്യേകിച്ചും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്ന, ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പഠിപ്പിക്കാനാണ് ശരിക്കും മുജാഹിദ് പ്രസ്ഥാനം ഈ അധ്വാനങ്ങൾ മുഴുവൻ നടത്തിയത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏത് രീതിയിലാണ് ഇപ്പോൾ ചിത്രീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതെന്നും എങ്ങനെയൊക്കെയാണ് ചിത്രവധം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതെന്നും നമുക്ക് അറിയാലോ. അപ്പോൾ അതിലൊക്കെ നമ്മൾ ഇടപെടണം, അതിനൊക്കെ നമ്മൾ റെസ്പോണ്ട് ചെയ്യണം. നമ്മൾ നബിനെ കുറിച്ചുള്ള ശരിക്കുള്ള ചിത്രം സമൂഹത്തിന് കൈമാറണം. അതിനൊക്കെയുള്ളൊരു പ്രചോദനമായിട്ട് ഈ ഒരു യാത്രനെ ഉപയോഗിക്കാനാണ്. അതായത് ചരിത്രം വായിച്ചിട്ട് ചരിത്രം കാണാതെ പഠിക്കാനല്ല, ഇതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ. അതിനേക്കാൾ കൂടുതൽ അർത്ഥവത്തായൊരു ചരിത്രം സൃഷ്ടിക്കാൻ MSMമാർ എന്നുള്ളതൊക്കെ നമ്മൾക്ക് പറ്റണം. അത് കഴിയും ഇൻഷാ അല്ലാഹ്. അതിന് പറ്റിയൊരു ടീമാണ് ഇവിടെ മുന്നിൽ ഇരിക്കണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇൻഷാ അല്ലാഹ്. وهنا حلقات الصديق قلب ينبض بالقرآن وهنا حلقات